ഏറ്റവും അനുഗ്രഹകരമാക്കണമേ. ഇതൊരു ചടങ്ങായി മാറാൻ ഒരിക്കലും നീ സമ്മതിക്കല്ലെന്ന് പ്രാർത്ഥിക്കുന്നു. വേദനയോട് ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധി കരയാനിടയാക്കണമേ. കർത്താവെ, ഞങ്ങൾക്കൊന്നും പറയാനില്ലപ്പാ. എല്ലാം അപ്പൻ അറിയാമല്ലോ. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യവും അപ്പൻ അറിയാവുന്നതുകൊണ്ട് നന്ദിയോട് സ്തോത്ര. ഇന്ന് സംസാരിക്കുന്ന വചനങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ അഴ്ത്തി എഴുതാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുന്ന 2 മക്കളെയും ഐശ്വര്യമായിട്ട് അനുഗ്രഹിച്ചാട്ടെ. കേൾവിക്കാരായിട്ട് ധാരാളം പേരെ കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളെ കൂടെ നിറച്ചാട്ടെ. പ്രാർത്ഥന കേട്ട് മഹത്വം തിരുമേനി എടുക്കും. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് വേഗം ഒരു പാട്ട് പാടി ആരാധിക്കാം. അത് കഴിഞ്ഞ് ദേവദാസൻ ജോയിൻ ചെയ്യും വേഗം 8:15. So let us lift God's name. Hallelujah. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. Hallelujah. റിഖാല ബശത്തര പൊന്നീശുദരർ തിരുമേലി മരണം നീനപ്പാൻ പൊന്നീശുദരർ തിരുമേലി മരണം നീനപ്പാൻ പന്നാലൊരു നിയമം അതിശയമേ തന്നാനൊരു നിയമം അതിശയമേ പൊന്നായ തിരുജടം നരർക്കു വേണ്ടി നുറുങ്ങി പൊന്നായ തിരുജടം നരർക്കു വേണ്ടി നുറുങ്ങി ഒന്നോടെ തിരുരക്തം ചോരിയുമെന്നും ഒന്നോടെ തിരുരക്തം ചോരിയുമെന്നും അപ്പം വന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കി നൽകി അപ്പം വന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കി നൽകി തൃപ്പാദം തൊഴുന്നതെന്നുടെ ശിഷ്യർക്ക് തൃപ്പാദം തൊഴുന്നതെന്നുടെ ശിഷ്യർക്ക് കാസായിൽ ദ്രാക്ഷാരസം പകർന്നുയർത്തിയരുളി കാസായിൽ ദ്രാക്ഷാരസം പകർന്നുയർത്തിയരുളി ഈശോവിൻ രക്തം ശുദ്ധരോർത്തിരിപ്പാൻ ഈശോവിൻ രക്തം ശുദ്ധരോർത്തിരിപ്പാൻ മഹാത്മ്യമതിനനവധിയുണ്ട് രഹസ്യമേ മഹാത്മ്യമതിനനവധിയുണ്ട് രഹസ്യമേ ഏകൻ പോകുന്നു ബലി കഴിവതിന് ഏകൻ പോകുന്നു ബലി കഴിവതിന് പൊന്നീശുദരർ തിരുബലി മരണം നീനപ്പ പൊന്നീശുദരർ തിരുബലി മരണം നീനപ്പ തന്നാനൊരു നിയമം അതിശയമേ തന്നാനൊരു നിയമം അതിശയമേ അപ്പം വന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കി നൽകി അപ്പം വന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കി നൽകി തൃപ്പാദം തൊഴുന്നതൻ ഉടെ ശിഷ്യർക്കായി തൃപ്പാദം തൊഴുന്നതൻ ഉടെ ശിഷ്യർക്കായി പൊന്നായ തിരുജടം നരർക്കു വേണ്ടി നുറുങ്ങി പൊന്നായ തിരുജടം നരർക്കു വേണ്ടി നുറുങ്ങി ഒന്നോടെ തിരുരക്തം ചോരിയുമെന്നും ഒന്നോടെ തിരുരക്തം ചോരിയുമെന്നും പൊന്നീശുദരർ
Hallelujah. Praise the Lord. ക്രൂശിലൂടെ സ്വർഗത്തിലെ കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ തന്നു. ഉടാല ശാത്തറ തൻ്റെ ക്രൂശിലൂടെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് തെളിയിച്ചു തന്നു. ഹല്ലേലൂയ. ദൈവം ആരാണെന്ന് ആ ക്രൂശിലൂടെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നു. തൻ്റെ സ്നേഹം ക്രൂശിലൂടെ വെളിപ്പെടുത്തി തന്നു. ക്രൂശിലൂടെ നമ്മുടെ വ്യതകളെല്ലാം കർത്താവ് എടുത്ത് മാറ്റി. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങൾക്കുള്ള മോചനം ക്രൂശിലൂടെ കർത്താവ് ഹല്ലേലൂയ ഓ റിഖലബ ശാന്തര ചെയ്തു തന്നു. ഇന്ന് ഏത് വ്യക്തിക്കും ആ ക്രൂശിന്റെ അരികിൽ വരുന്ന ഏത് വ്യക്തിക്കും ഇന്ന് പാപമോചനം ലഭിക്കും. കർത്താവിന്റെ ആ കാൽവരി ക്രൂശിലെ യാഗത്തിൽ വിശ്വസിച്ചാൽ മതി. ഹല്ലേലൂയ. റിഖലബ ശാന്തര നമ്മൾ ഏൽക്കേണ്ട പാപത്തിന്റെ ശിക്ഷ ആ കാൽവരി ക്രൂശിൽ കർത്താവ് സഹിച്ചു. ക്രൂശിലൂടെ നമുക്ക് പാപക്ഷമ ലഭിച്ചു. ഹല്ലേലൂയ. നമ്മളെ ദൈവത്തിന്റെ മക്കളായി തീർന്നു. ദൈവത്തിന്റെ കുടുംബത്തിൽ ജനിക്കാനുള്ളൊരു ഭാഗ്യം നമുക്ക് ലഭിച്ചു. ഹല്ലേലൂയ. റിഖലബ ശാന്തര we got freedom from hallelujah satanic attacks. ദൈവത്തിന്റെ ഹല്ലേലൂയ ഓ റിഖലബ ക്രൂശിലൂടെ നമുക്ക് ശത്രുവിനെ ജയിക്കാൻ കഴിഞ്ഞു. ഹോലി ബാശാന്തര we are in the victory ground. കർത്താവ് കാൽവരി ക്രൂശിലൂടെ ജയം തന്ന ആ ഗ്രൗണ്ടിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. ഹല്ലേലൂയ. റിഖലബ അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നിങ്ങളുടെ മുന്നിൽ വച്ചിരിക്കുന്ന ഓട്ടം നിങ്ങൾ സ്ഥിരതയോടെ ഓടുക. പാപങ്ങളിലുള്ള വിടുതൽ നമുക്ക് ലഭിച്ചു. സകല രോഗങ്ങളെയും വഹിച്ചുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ ഹല്ലേലൂയ അതും ഏറ്റുകൊണ്ടാണ് ക്രൂശിന്മേൽ കയറിയത്. ആ ക്രൂശിൽ ഹല്ലേലൂയ നമ്മൾ വിശ്വസിക്കുമ്പോൾ കർത്താവിന്റെ അടിപ്പിടരാൽ നമുക്ക് സൗഖ്യം ലഭിക്കുന്നു. നമുക്ക് ശാപമോചനം ലഭിച്ചു. ഹല്ലേലൂയ. മരത്തിന്മേൽ തൂങ്ങപ്പെട്ടവനല്ല ശപിക്കപ്പെട്ടവൻ എന്നാണ് വചനം പറയുന്നത്. എന്നാൽ ആ ശാപങ്ങളെല്ലാം കാൽവരി ക്രൂശിൽ ഹല്ലേലൂയ ആ ക്രൂശിൽ വരുന്ന വ്യക്തിക്ക് ആ രക്ഷ ഏറ്റെടുക്കുന്ന വ്യക്തിയുടെ എല്ലാ ശാപവും മാറിക്കഴിഞ്ഞു. ഹല്ലേലൂയ. നിത്യ ന്യായവിധി എല്ലാ സകല മാനവരാശിക്കും ഒരു ജഡ്ജ്മെന്റ് ഉണ്ട് ദൈവമക്കളെ. ആ ന്യായവിധിയിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെട്ടു. മാത്രമല്ല നിത്യ മരണത്തിൽ നിന്ന് ഹല്ലേലൂയ കർത്താവിനെ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിച്ച ഒരു വ്യക്തിക്കും ഹല്ലേലൂയ ആ നിത്യമരണത്തിലേക്ക് പോകേണ്ടി വരത്തില്ല. ഹല്ലേലൂയ. He or she will be eternally with Jesus Christ in heaven. നിത്യമായി കർത്താവുമൊത്ത് നമ്മൾ വാഴാൻ പോവുക. ഹല്ലേലൂയ. We are a sign and wonder. We are a victor. നമ്മൾ ജയാളിയാണ്. ഹല്ലേലൂയ. No one can stop from God's love. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ ആർക്ക് തള്ളിക്കളയാൻ കഴിയത്തില്ല ദൈവമക്കളെ. We are the citizenship in heaven. നമ്മൾ ഇന്ന് സിറ്റിസൺഷിപ്പ് നമുക്ക് ഉള്ളത് ഹെവൻലി സിറ്റിസൺഷിപ്പാണ്. ഹല്ലേലൂയ. നമ്മളെ നീതീകരിച്ചു, നമ്മളെ ശുദ്ധീകരിച്ചു, നമ്മളെ ഹല്ലേലൂയ we are sanctified, we are glorified, we are justified by Jesus Christ. Hallelujah. യേശു കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് യഹോവൻ തന്റെ ഇടയനാകുന്ന ഒരു വ്യക്തിക്ക് mercy and goodness shall follow hallelujah us all the days of our life. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലം ഒക്കെ നമ്മളെ പിന്തുടരും. We will not lack anything because കാൽവരി ക്രൂശിൽ hallelujah കർത്താവ് സകലതും നിവൃത്തിയാക്കി. It is finished എന്നാണ് കാൽവരി ക്രൂശിൽ സ്വർഗ്ഗത്തിലെ കർത്താവ് പറഞ്ഞത്. ആ യാഗത്തിൽ നമ്മൾ വിശ്വസിച്ച് കഴിയുമ്പോൾ, നമുക്ക് രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ, നമുക്ക് വേണ്ടതെല്ലാം സ്വർഗ്ഗത്തിലെ കർത്താവ് we are already blessed by everything. Hallelujah. In earth and heaven we are blessed by everything. We won't lack anything because God is our savior. God is our provider. God is Jireh. Hallelujah. Rikaba Syandara, Rikaba Syandara, Rikala Bishoko Rabiara Syandara. നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ് ദൈവമക്കളെ. We are the temple of God. We are the ark of God. We are the hallelujah Rikala Bishika Tarabisoko Rasyandara. Temple of God, tabernacle of God. We are the ark of God. God is dwelling inside us. Christ is dwelling inside us. Hallelujah.
നമ്മളെ ലോകസ്ഥാപനത്തിന് മുന്നേ നമ്മളെ വിളിച്ചതാണ്. ഊടാല ഷികാലാബ സാന്തര. We are full of glory. Hallelujah. ഓരി കാലാബ ശാന്തര. നമ്മുടെ ഡെസ്റ്റിനി എന്താണെന്ന് ലോകമല്ല തീരുമാനിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള സർക്കംസ്റ്റൻസസ് അല്ല തീരുമാനിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ വരുന്ന രോഗമല്ല തീരുമാനിക്കുന്നത്. ഓരി കാലാബ ശാന്തര. നമ്മുടെ ചുറ്റുമുള്ള ശത്രുക്കളല്ല തീരുമാനിക്കുന്നത്. ഈ ലോകമല്ല തീരുമാനിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു, നമ്മുടെ സ്വർഗ്ഗത്തിലെ കർത്താവ്, നമ്മുടെ ഡെസ്റ്റിനി ഇറ്റ്സ് ഓൾറെഡി പ്ലാൻഡ്. നോ വൺ ക്യാൻ ചേഞ്ച് ദാറ്റ് പ്ലാൻ. ഹല്ലേലൂയ. നമുക്കെല്ലാം ഒരു പ്ലാനും പേർപ്പസിനും ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. നോ വൺ ക്യാൻ സ്റ്റോപ്പ് ഗോഡ്സ് പ്ലാൻ ഫോർ us. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന പ്ലാനിൽ നിന്ന് നമ്മളെ മാറ്റുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ശത്രുവിന് കഴിയത്തില്ല. സാത്താന്റെ ശക്തികൾക്ക് കഴിയത്തില്ല. ഓ റികാലാബ ഷികാലാബ ദിഗേ സികാലാബ ഷികാലാബ ഓ റിക മിയാസ്യാന്തര റിബസന്തര. ദൈവ സാന്നിധ്യത്തിന്റെ ഉള്ളിലാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ. cover each and every device under the blood of Jesus. hallelujah. ശുശ്രൂഷിക്കാൻ വരുന്ന ദേവദാസനെ യേശുക്രിസ്തു രക്തത്താൽ കവർ ചെയ്ത് മുദ്രയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രി അത്ഭുതത്തിന്റെ രാത്രിയായി തീരട്ടെ കർത്താവേ. നമ്പറിലല്ലോ കാര്യം. hallelujah. whoever comes, Daddy, let them be blessed more and more. Let them be flourish. Let them prosper more and more. If they are sick, let them be healed in the mighty name of Jesus Christ. We give all the glory to you, Daddy. Ori kala bisyandara ribashantara uragala adikala varagashantu ridikaragashandara. കർത്താവേ, എല്ലാ മഹത്വം അങ്ങേക്ക് കരയിച്ചുവാൻ. We give എല്ലാ മഹത്വം അങ്ങേക്ക് ഞങ്ങൾ ഗ്ലോറി. we give all the glory to you, Daddy. We give all the glory, Daddy. Ori kala basyandara. Let your hallelujah presence cover us, Daddy. കർത്താവിന്റെ ഗ്ലോറി ഇറങ്ങട്ടെ കർത്താവേ. ഉടാല ബശന്തു ഋതികാലകശന്തു ഋതികാരകശന്തര. Let angels take over. Control this ministry. Hallelujah. ഞങ്ങളുടെ ഭവനങ്ങൾക്ക് ചുറ്റും ഊരിപ്പിടിച്ച വാളുമായി ദൂതന്മാർ കാവൽ നിൽക്കട്ടെ. ഉടാലക ശന്തു ഋതികാരകസന്തുര റികബസ്യാന്തര റോബോ ഷികബഗസ്യാന്തര ബിഷോകു റസ്യാന്തര റികലബിദഗസ്യാന്തര റികബസികോ റസ്യാന്തര. Daddy, let your name be glorified in this night, Daddy. കർത്താവിന്റെ നാമം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ ഉയരാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവിന്റെ നാമം ഉയർത്തപ്പെടട്ടെ കർത്താവേ. Thank you, Jesus, for hearing all our prayers, Daddy. We are surrendering unto Jesus and unto Holy Spirit. Thank you, Jesus, for hearing our prayers. In Jesus' name, Amen. I welcome Pastor Sumesh to this Zoom meeting. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷിച്ചാട്ടെ പാസ്റ്റർ. Hallelujah. We welcome you to this Zoom meeting lovingly with our bottom of our heart. Hallelujah. We give all the glory. കർത്താവിന്റെ ദാസനെ നമ്മുടെ നടുവിൽ അയച്ചല്ലോ. ഇന്ന് ശക്തമേറിയ ശുശ്രൂഷ നമ്മുടെ നടുവിൽ കർത്താവ് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. നമുക്കെല്ലാം പ്രാർത്ഥനയോടെ ആയിരിക്കാം. Praise the Lord, Pastor. Praise the Lord. Okay, you can carry on. Okay, എൻ്റെ വോയിസ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കട്ടെ. ക്ലിയർ ആണ്. Okay, praise the Lord. കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട യോഗത്തിൽ ഈ രാത്രികാലം നിങ്ങളോട് ഒന്നിച്ച് ജോയിൻ ചെയ്യുവാൻ കർത്താവാം ദൈവം തന്ന നല്ല സാവകാശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എന്നെ ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച ബഹുമാന്യ കർത്താവിൻ്റെ ദാസി, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട് ഈ യോഗത്തിൽ ജോയിൻ ചെയ്യാനായിട്ട് കഴിഞ്ഞതിൽ. ഈ യോഗത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ജോയിൻ ചെയ്യണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ വളരെ പ്രതീക്ഷിതമായിട്ട് എനിക്ക് കുമളിയിലേക്ക് ഒരു യാത്ര തിരിക്കേണ്ടതായ ആവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഫുൾ ടൈം എനിക്ക് ജോയിൻ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഞാൻ നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കാം. വലിയവനായ ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഹൃദയത്തിൽ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നൽകി തന്ന വചനത്തിലേക്ക് വേഗത്തിൽ പ്രവേശിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്ന ഒരു ഭാഗമാണ് നാം ചിന്തിക്കുന്നത്. 28-ാം അധ്യായത്തിൻ്റെ പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ
മൂന്നാം വാക്യം നാം ഇങ്ങനെയാണ് കാണുന്നത്. പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ കൊലപാതകൻ, സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനും ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ദോഷം ഒന്നും പറ്റിയില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യും എന്ന് അവർ കാത്തുനിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവന് ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവനൊരു ദൈവൻ എന്ന് പറഞ്ഞു. സ്തോത്രം. ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പേര് സുമേഷ് എന്നാണ്. ഞാൻ തിരുവല്ലയിൽ മുണ്ടിപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ കർത്താവിൽ പ്രസിദ്ധനായ ബഹുമാന്യ പോൾ ഗോപാലകൃഷ്ണൻ പാസ്റ്ററുടെ കൂട്ടത്തിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഒരു ഹൈന്ദവ നായർ കുടുംബത്തിൽ ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടു. 2005 കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടെത്തുവാനുള്ളൊരു ഭാഗ്യമുണ്ടായി. എൻ്റെ അമ്മ, എൻ്റെ അനിയത്തി, ഞങ്ങൾ 3 പേരും വിശ്വാസത്തിൽ കടന്നു വന്നു. എൻ്റെ പിതാവ് നിത്യതയിൽ ചേർക്കപ്പെട്ടു. ഒരു സുവിശേഷ വിരോധിയായി പ്രാർത്ഥനയ്ക്ക് പോയിക്കൊണ്ടിരുന്ന എൻ്റെ അമ്മയെ ഉപദ്രവിക്കുന്നവനായി, പ്രാർത്ഥിക്കുന്നവരെ കളിയാക്കുന്നവരായി, കൊട്ടേഷൻ സംഘങ്ങളോട് കൂടെ നടന്ന് ലക്ഷ്യം തെറ്റി നടന്ന എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് കർത്താവായ യേശുവാണ്. യേശുവിൻ്റെ വചനമാണ്. ഈ രാത്രികാലവും സംഭവിക്കില്ല എന്ന് ചിന്തിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾക്ക് അത്ഭുതം ചെയ്യുവാനായിട്ട് യേശുവിന് കഴിവുണ്ട്. കർത്താവ് അത് ചെയ്യും. കാരണം എന്നെ നോക്കിയിട്ട് എൻ്റെ വീട്ടുകാർ, എൻ്റെ നാട്ടുകാർ, എൻ്റെ കൂട്ടുകാർ എന്തിനു പറയുന്നു, എൻ്റെ അമ്മ, എൻ്റെ അനിയത്തി, എൻ്റെ അച്ഛൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നീയൊക്കെ രക്ഷപ്പെടുന്നത് അസാധ്യമായ കാര്യമാണ്. ഇങ്ങനൊരു ശപിക്കപ്പെട്ട ജന്മം ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായല്ലോ. പക്ഷെ ആളുകളുടെ അഭിപ്രായം മാറ്റുവാനായിട്ട് യേശുവിന് അധികം സമയം വേണ്ട. ഈ രാത്രികാലവും ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ദൂത് ചില പ്രതീക്ഷകൾ തെറ്റുന്ന ദൈവപ്രവൃത്തി സംഭവിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില ദൈവപ്രവൃത്തി സംഭവിക്കാനായിട്ട് പോകുന്നു. നിങ്ങളെക്കുറിച്ചുള്ള ചില വിധി എഴുത്തുകൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒന്നുമില്ല എന്ന് കരുതിയിരിക്കുന്ന ചില വിഷയങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില അത്ഭുതകരമായ ദൈവപ്രവൃത്തി സംഭവിക്കാനായിട്ട് പോകുന്നു. ഇവിടെ പൗലോസ് തൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന തടവുകാർ, കപ്പിത്താൻ, സോൾജർ, ക്യാപ്റ്റൻ എല്ലാവരും ഉണ്ട്. എല്ലാവരും സന്തോഷമുള്ള യാത്ര. തെക്കൻ കാറ്റ് മന്ദമായി ഊതിയതുകൊണ്ട് കാര്യം സാധിച്ചു എന്ന് തോന്നിയ സമയം. പക്ഷേ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളുണ്ടായി. ഈശാനമൂലനടിച്ചു. പടക്, ആ കപ്പൽ തകരുന്നത് പോലൊരവസ്ഥ ഉണ്ടായി. 14 ദിവസം സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ രക്ഷപ്പെടുമെന്നുള്ള ആശ മുഴുവൻ നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹത്തിന് നടുവിൽ പ്രാർത്ഥിക്കുന്ന പൗലോസിന് വേണ്ടി 27-ാം അധ്യായത്തിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. 27-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് 24-ാം വാക്യം. പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കുന്നവന് എന്നും സാധ്യതയുണ്ട്. സ്വതന്ത്രം പറഞ്ഞാട്ടെ, പ്രാർത്ഥിക്കുന്നവന് എന്നും സാധ്യതയുണ്ട്. 14 ദിവസമായിട്ട് സൂര്യനെയോ ചന്ദ്രനെയോ കണ്ടില്ല, അത് സത്യമാണ്. യാത്ര ദുഷ്കരമാണ്, അതും സത്യമാണ്. കാലാവസ്ഥ ഒന്നും അനുകൂലമല്ല, അത് സത്യമാണ്. പക്ഷെ പ്രാർത്ഥിക്കുന്നവന് അന്നും ഇന്നും എന്നും സാധ്യതയുണ്ട്. അല്ല, പ്രാർത്ഥിക്കുന്നവനെ സാധ്യതയുള്ളൂ. സ്വത്രം ചെയ്താട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ദാസിയെ, പ്രാർത്ഥിക്കുന്ന സഹോദരനെ, ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങളോട് പറയാനായിട്ടുള്ളത്,
ആരും കേൾക്കാത്ത ചില ശബ്ദങ്ങൾ ദൈവം നിങ്ങളെ കേൾപ്പിക്കും. ആരോടും പറയാത്ത ചില വ്യക്തമായ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ചില ദൂതുകൾ ദൈവം നിങ്ങൾക്ക് കൈമാറും. കർത്താവിന്റെ അഭിഷിക്തയോട് ദൈവത്തിന്റെ ആത്മാവിന് സംസാരിക്കാനുള്ളത് പാസ്റ്റർ ഇച്ചിരൂടെ ഓളിങ് കൂട്ടാമോ? പ്രതികൂലത്തിലൂടെയാണ് പോകുന്നത്. ചില പ്രതികൂലത്തിലൂടെയാണ് ഈ ദിവസങ്ങൾ കടന്നു പോകുന്നത്. ചില അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിലൂടെയാണ് പോകുന്നത്. പക്ഷേ സംഭവിക്കാൻ പോകുന്നത് ചില വ്യക്തമായ ദൈവശബ്ദങ്ങൾ നൽകിത്തന്ന് ഒരു കൺഫ്യൂഷനായി നിൽക്കുകയാണ്. ഈ കൺഫ്യൂഷന് നടുവിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ചില ദൈവശബ്ദങ്ങൾ നൽകിത്തന്ന് മുന്നോട്ട് നടത്താനായിട്ട് പോകുകയാണ്. ചില പ്രോമിസുകൾ ഫുൾഫിൽ ആകാൻ പോകുന്ന ചില പ്രോമിസുകൾ അത് കേട്ടാൽ വിശ്വസിക്കാൻ പറ്റില്ല. അത് ഇപ്പോൾ കേട്ടാൽ അംഗീകരിക്കാൻ പറ്റില്ല. കാരണം 14 ദിവസമായിട്ട് സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം കണ്ടിട്ടില്ല. ഇതെവിടെയാണെന്നറിയില്ല, ഇരുട്ടാണ്. എന്ത് സംഭവിക്കാൻ പോകുന്ന ഒരു നിശ്ചയമില്ല. പക്ഷേ ദൈവശബ്ദം ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. നീ റോമിൽ കൈസരുടെ മുൻപാകെ നിൽക്കേണ്ടവനാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ രാത്രിക്കാലം വിളിച്ചു പറയുന്നു, വളരെ വ്യക്തമായ ദൈവ പദ്ധതികൾ നൽകി തന്നിട്ടാണ് ദൈവം നിങ്ങളെ വിളിച്ചത്. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസിയോട് ദൈവാത്മാവ് ഇടപെടുന്നു. കഴിഞ്ഞ ചില വർഷങ്ങളായി ഞാൻ ആവർത്തിച്ചിടപെടുന്ന ചില വാഗ്ദത്തങ്ങളുണ്ട്, ചില ദൈവ ശബ്ദങ്ങളുണ്ട്. ദൈവമേ, ഇങ്ങനെ ഒരു ഡെഡ് എൻഡിൽ എത്തുവാൻ കാരണമെന്ത് എന്നുള്ള ചില ചോദ്യങ്ങൾക്ക് ഉത്തരമായി ദൈവാത്മാവ് ഇടപെടുന്നത് യേശുവിന്റെ നാമത്തിൽ ഒരു അസാധാരണമായ ദൈവ സാന്നിധ്യം ഞാൻ ഇവിടെ അനുഭവിക്കുകയാണ്. ഈ റൂമിൽ ജോയിൻ ചെയ്തിട്ടുള്ള, ഈ ലൈനിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഓരോ വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ഇപ്പോൾ ഒരു ദൈവശക്തി പാഞ്ഞിറങ്ങുകയാണ്. ക്ഷീണിച്ചിരുന്ന, വളർന്നിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളെ കർത്താവിന്റെ ആത്മാവ് എഴുന്നേൽപ്പിക്കാനായിട്ട് പോവുകയാണ്. കർത്താവിന്റെ ആത്മാവ് ശക്തീകരിക്കാനായിട്ട് പോവുകയാണ്. ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടാനായിട്ട് പോവുകയാണ്. നോക്കൂ, ഇങ്ങനെ വാഗ്ദത്തം കേട്ട് മുന്നോട്ട് വന്ന ആ മനുഷ്യൻ ഇപ്പോൾ അനുഭവിക്കുന്നത് കൈമേൽ അണലി കടിക്കുന്നതാണ്. മറ്റാർക്കുമില്ലാത്ത ഒരു പ്രതിസന്ധി ഇപ്പോൾ പൗലോസ് അനുഭവിക്കുകയാണ്. കൂടെയുള്ള ആർക്കും ആ ബുദ്ധിമുട്ടില്ല. പക്ഷെ പൗലോസിന് മാത്രം ഈ ബുദ്ധിമുട്ടുണ്ടാകുകയാണ്. അവിടെ നാം വായിക്കുന്നത് ബർബരന്മാർ നോക്കി നിൽക്കുകയാണ്. എന്താണ് നോക്കി നിൽക്കുന്നത്? ഈ മനുഷ്യൻ വീർക്കുന്നത്, ചത്തു വീഴുന്നതും വീർക്കുന്നതും കാണുവാൻ വേണ്ടി മെലീത്ത ദ്വീപിലെ ബർബരന്മാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ നേരം, എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്, വളരെ നേരം കാത്തുനിന്നു. പക്ഷേ അവർ ചിന്തിച്ച ഒരു ആപത്തും പൗലോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചില്ല. പ്രിയരെ, ദൈവത്തിന്റെ പദ്ധതി നിന്റെ ജീവിതത്തിൽ ഉള്ളിടത്തോളം കാലം ആരെല്ലാം എന്തെല്ലാം പരിശ്രമിച്ചാലും ദൈവം നിന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. സ്വത്രം ചെയ്താട്ടെ. ദൈവം നിന്നെ മാനിക്കുമെന്ന് പറഞ്ഞാൽ നീ മാനിക്കപ്പെട്ടിരിക്കും. ദൈവം ഒരു വഴി തുറക്കുമെന്ന് പറഞ്ഞാൽ അത് തുറന്നിരിക്കും. നിന്റെ സാഹചര്യമല്ല വിഷയം, നിന്റെ കഴിവല്ല വിഷയം, നിന്റെ ബുദ്ധിയല്ല വിഷയം, നിന്റെ ആരെല്ലാം നിന്റെ കൂടെയുണ്ട് അതല്ല വിഷയം. നീ ദൈവശബ്ദം കേട്ടവനാണോ? അതാണ് വിഷയം. നീ ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ടവനാണോ? അതാണ് വിഷയം. ദൈവത്തിന് പറയാനായിട്ടുള്ളത്, പൗലോസേ, നീ ഭയപ്പെടരുത്. ഞാൻ നിന്നോട് പറഞ്ഞ ദൈവശബ്ദങ്ങളുണ്ട്, ഞാൻ നിന്നോട് ഇടപെട്ട ചില ദൂതകളുണ്ട്. നീ എവിടെ? റോമിൽ നിൽക്കേണ്ടവനാ. അല്ലാതെ ഈ മെലീത്ത ദ്വീപിൽ ചത്തുവീർത്ത് പൊങ്ങി ആളുകൾ, ബർബരന്മാർ നിന്നെ കുറിച്ച് ചില അഭിപ്രായങ്ങളും ചില കമന്റുകളും പാസാക്കി
ദൈവം വിളിച്ചു വേർതിരിച്ചിട്ട് ഈ പാതി വഴിയിൽ അവസാനിച്ചു പോയെന്ന് ആളുകൾ പറയേണ്ട ഒരു വ്യക്തിയല്ല നീയെന്ന് ഈ രാത്രികാലം തിരിച്ചറിയുക. നിന്റെ മേൽ ഒരു അസാധാരണമായ കോളിംഗ് ഉണ്ട്, നിന്റെ മേൽ ഒരു അസാധാരണമായ തെരഞ്ഞെടുപ്പുണ്ട്. നിന്നെ ദൈവമാണ് വിളിച്ചത്. ഈ രാത്രികാലം ഉറക്കട്ടെ, നിന്നെ വിളിച്ചത് ദൈവമാണ്. നിന്നെ വിളിച്ചത് മനുഷ്യരല്ല, നിന്നെ വിളിച്ച സംഘടനയല്ല, നിന്നെ വിളിച്ചത് രാജാവല്ല, നിന്നെ വിളിക്കുന്ന പ്രഭുക്കന്മാരല്ല, ഈ ലോകത്തിൽ ആരുമല്ല നിന്നെ വിളിച്ചത്. നിന്നെ വിളിച്ചത് കർത്താവായ യേശുവാണ്. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. അവൻ വാക്ക് മാറാത്തവനായ ദൈവമാണ്. ആരെല്ലാം വാക്കുമാറിയാലും നിന്റെ ദൈവത്തിന് വാക്കുമാറാനായിട്ട് കഴിയില്ല. കാരണം അവന്റെ പേര് വിശ്വസ്തൻ എന്നത്രേ, വിശ്വസ്തൻ എന്നത്രേ. ഈ രാത്രികാലം ഉറക്കട്ടെ, ഹൃദയത്തിനകത്ത് വലിയ ധൈര്യമുണ്ടാകട്ടെ. നിന്റെ ദൈവം വിശ്വസ്തനത്രേ. നോക്കൂ, ഇവിടെ ബർബരന്മാർ നോക്കി നിൽക്കേ, ദ്വീപ് നിവാസികൾ നോക്കി നിൽക്കേ. ഇതുവരെ ആ ദ്വീപിൽ കണ്ടിട്ടുള്ളത്, ആ ആഴി കടിച്ചിട്ടുള്ള ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല. ഉയർക്കുന്നതും ചത്തു വീഴുന്നതാണ് അവർ കണ്ടിട്ടുള്ളത്. അതാണ് പൗലോസിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നാണ് അവരും കരുതിയത്. പക്ഷെ തെറ്റി. ദൈവം വിളിച്ചവന്റെ ഗതി നിർണയിക്കുന്നത് ഈ ലോകമല്ല. ദൈവം വിളിച്ചവന്റെ ഭാവി നിർണയിക്കുന്നത് ബർബരന്മാരല്ല. ദൈവം വിളിച്ചവന്റെ വിളി നിർണയിക്കുന്നത് ഈ ലോകത്തിലെ സിസ്റ്റമല്ല, ഈ ലോകത്തിൽ കണ്ടുവരുന്ന ഒന്നുമല്ല. നിന്റെ മേലൊരു വിളി വീണിട്ടുണ്ടെങ്കിൽ, നിന്റെ മേലൊരു അഭിഷേകം വീണിട്ടുണ്ടെങ്കിൽ, നിന്റെ മേലൊരു തെരഞ്ഞെടുപ്പ് വീണിട്ടുണ്ടെങ്കിൽ, ദൈവവൈതലെ നിന്നെ ദൈവം വിളിച്ചു എന്ന് ഉറപ്പ് ഈ രാത്രിക്കാലം നിനക്കുണ്ടെങ്കിൽ, ദൈവവൈതലെ നീ ഇതിന്റെ നടുവിലൂടെ സഞ്ചരിക്കേണ്ടവനാണ് യേശുവിന്റെ നാമത്തിൽ. അതിനർത്ഥം പ്രതികൂലമില്ലെന്നല്ല, അതിനർത്ഥം കഷ്ടതകളില്ലെന്നല്ല, അതിനർത്ഥം ആകുലതകളില്ലെന്നല്ല, രോഗങ്ങളില്ലെന്നല്ല. മറ്റു മനുഷ്യർ ബാധിക്കപ്പെടുന്ന പോലെ തന്നെ നിന്റെ ജീവിതത്തിലും ഒന്നെന്ന് വരാം. നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, പക്ഷേ അവ എല്ലാറ്റിൽ നിന്നും വിടിവിക്കുവാൻ തമ്പുരാന്റെ കരം നിന്റെ കൂടെയുണ്ടെന്ന് ഈ രാത്രികാലത്ത് വിശ്വസിച്ചേ പറ്റൂ. നിന്റെ ദൈവം സർവ ശക്തനാണ്. നോക്കി നിൽക്കെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. സാധാരണ അണലി കടിച്ചാൽ അതിന്റെ വിഷം ആ കൈയിലേക്ക് വ്യാപരിച്ച് പിന്നീട് ആ നെർവസിലേക്ക് വ്യാപിച്ച് ബ്ലഡിലൂടെ സർക്കുലേറ്റ് ചെയ്ത് നെർവസ് സിസ്റ്റത്തെ മുഴുവൻ അത് ബാധിച്ച് അവിടെ തന്റെ ഹൃദയം ബ്ലോക്കായി, തന്റെ ഇന്റേണൽ ഫങ്ഷൻസ് എല്ലാം ബ്ലോക്കായി, തന്റെ പ്രവൃത്തി ബ്ലോക്കായി അവിടെ എന്താകേണ്ടതാണ്. പക്ഷേ പൗലോസിന്റെ ശരീരത്തിൽ അണലി കടിക്കുന്ന സമയത്ത്, കൈമേൽ തൂങ്ങിയാടുന്ന സമയത്ത് താൻ പോലും അറിയാതെ തന്റെ ശരീരത്തിനകത്ത് എന്തോ ഒന്ന് വ്യാപരിക്കുകയായിരുന്നു. ദൈവമേ, നിന്റെ ജീവിതത്തിന് നേരെ പ്രശ്നങ്ങൾ വരാഞ്ഞതല്ല കേട്ടോ, പ്രതികൂലങ്ങൾ വരാഞ്ഞതല്ല. പകൽ പറക്കുന്ന സ്ത്രങ്ങളും ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരികളും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരങ്ങളും നിന്റെ നേരെ വരാഞ്ഞിട്ടല്ല. നിനക്ക് നേരെ ആയുധങ്ങൾ സൃഷ്ടിക്കപ്പെടാഞ്ഞിട്ടല്ല, കൂട്ടുകെട്ടുകൾ ഉണ്ടാകാതിരുന്നിട്ടല്ല, നീ നിന്ദകളും അപമാനങ്ങളും പ്രതികൂലങ്ങളും സഹിക്കാഞ്ഞിട്ടല്ല. പക്ഷേ ഈ രാത്രികാലവും നീ തളരാതിരിക്കുന്നതിന്റെ പുറകില് ദൈവത്തിന്റെ കൃപയാണെന്ന് നീ മറന്നു പോകരുത്. പലപ്പോഴും എന്റെ കർത്താവേ, ഈ ശൂലമൊന്ന് മാറിക്കിട്ടണമേ എന്ന് നീ ആഗ്രഹിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ തമ്പുരാൻ നിന്നോട് പറഞ്ഞൊരു ദൂതുണ്ട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു പ്രവൃത്തിയാണ്. ഈ രാത്രികാലം നിന്നെ ശക്തീകരിച്ച് നിന്റെ ദൈവമാണെന്ന് നീ മറന്നു പോകരുത്. നീ വീണു പോകേണ്ട, നീ തളർന്നു പോകേണ്ട, നീ കിടന്നു പോകേണ്ട, രോഗിയാകേണ്ട, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ട സാഹചര്യങ്ങളിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടത് നിന്നെ വിളിച്ചവന്റെ കരുത്താണെന്ന് ദൈവവൈതല് കർത്താവിന്റെ അഭിഷക്തയെ വിശ്വസിച്ചേ മതിയാകും, വിശ്വസിച്ചേ മതിയാകും. നിന്റെ ജീവിതത്തിന് നേരെ ഉരുത്തിരിഞ്ഞു വന്ന ആയുധങ്ങളെ തട്ടിമാറ്റിയത് നിന്റെ ദൈവത്തിന്റെ കരുത്താണെന്ന് ഈ രാത്രികാലം തിരിച്ചറിയാതെ പോകരുത്. നിന്റെ ദൈവം വിശ്വസ്തനാണ്. വിളി തികയ്ക്കുന്നത് വരെ, വേല തികയ്ക്കുന്നത് വരെ, പദ്ധതികൾ പൂർത്തീകരിക്കുന്നത് വരെ, വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കുന്നവരെ നിന്റെ ദൈവം നിന്റെ കൂടെ ഇരിക്കുന്നവനാണെന്ന് ഈ രാത്രികാലം അറിയാതെ പോകരുത്. യേശുവിന്റെ നാമത്തിൽ സകലവിധ ആകുല ചിന്തകൾ ഈ രാത്രികാലം അഴിഞ്ഞു മാറട്ടെ. ഹൃദയത്തെ
ജയിച്ചിട്ടുള്ള നിരാശകൾ രാത്രികാലം അഴിഞ്ഞു മാറട്ടെ. ഹൃദയം ധൈര്യം കൊണ്ട് നിറയട്ടെ, പ്രത്യാശ കൊണ്ട് നിറയട്ടെ. പകരപ്പെട്ട അഭിഷേകം ഈ രാത്രികാലം യേശുവിന്റെ നാമത്തിൽ ചലിക്കട്ടെ, ചലിക്കട്ടെ. Hallelujah, amen. Receive it, Daddy. Uraba Shandara, Rikababara Sandara. കർത്താവിന്റെ അഭിഷിക്തയോട് ദൈവത്തിന് പറയാനുള്ളത്, prepare for another journey. ഈ പ്രതികൂലത്തിന്റെ നടുവിൽ നിന്ന് എഴുന്നേറ്റിട്ട് അടുത്തൊരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറായി കൊള്ളുക. കർമ്മേലിന്റെ മുകളിൽ ഇരുന്ന് പ്രാർത്ഥിച്ച ചില നാളുകളുണ്ട്. ആമേ, മുഴങ്കാലിന്റെ ഇടയിൽ തല വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ചില നാളുകളുണ്ട്. ഓ, കൈപ്പത്തി പോലെ വേഗം പോലും കാണാതെ ഈ ക്ഷാമത്തിന്റെ നടുവിൽ മടുത്തു പോകാതെ തളർന്നു പോകാതെ കർത്താവിന്റെ ദാസി പ്രാർത്ഥിച്ച സമയങ്ങളുണ്ട്. ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ളത്, ഈ കൈപ്പത്തി പോലുള്ളൊരു മേഘത്തെ ഞാൻ പ്രത്യക്ഷമാക്കിയിട്ട് അതൊരു വൻമഴയായി പെയ്തിറക്കി ആമെ പ്രതീക്ഷിക്കുന്ന ഉണർവ് സംഭവിക്കാനായിട്ട് പോകുന്നു. പ്രതീക്ഷിക്കുന്ന ദൈവ പ്രവൃത്തി വെളിപ്പെടാനായിട്ട് പോകുന്നു. അസാധാരണമായ ലെവലിൽ കൃപയുടെ മേൽ കൃപ, അഭിഷേകത്തിന്റെ മേൽ അഭിഷേകം, തേജസ്സിന്റെ മേൽ തേജസ് ഇറങ്ങുന്ന നാളുകളാണ് മുമ്പിലുള്ളതെന്ന് ദൈവത്തിന്റെ ആത്മാവിന് സംസാരിക്കാനായിട്ടുണ്ട്. തളരരുത്. അണല് പറ്റിയതോ അവനെ ബർബരന്മാർ നോക്കി നിൽക്കുന്നതോ ബർബരന്മാരുടെ അഭിപ്രായങ്ങളല്ല ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. ദൈവത്തിന്റെ പദ്ധതികളാണ് നടക്കാനായിട്ട് പോകുന്നത്. ഈ ബർബരന്മാർ നോക്കി നിൽക്കെ, അഭിപ്രായങ്ങൾ പറയുന്നവർ നോക്കി നിൽക്കെ, ഈ നിന്ദിക്കുന്നവരെ അപമാനിക്കുന്നവരും എതിർക്കുന്നവരും നോക്കി നിൽക്കെ, ദൈവവൈദ്യുതി സഞ്ചരിക്കാനായിട്ട് പോകുന്നു. ഇതിന്റെ നടുവിലൂടെ നീ ചലിക്കാനായിട്ട് പോകുന്നു. ഇതിന്റെ നടുവിലൂടെ ഒരു പ്രയാണം തമ്പുരാൻ നിനക്ക് വേണ്ടി ഉറിക്കാനായിട്ട് പോകുന്നു. നിന്റെ കൈമേൽ പറ്റിയിട്ടുള്ള നിന്റെ ജീവിതത്തിന് നേരെ പോരാടുന്ന ഈ വിഷയത്തെ വളരെ ലാഘവത്തോടെ നീ വലിച്ചു പോയുവാൻ തമ്പുരാൻ നിനക്കൊരു ഇതിന്റെ വിഷയത്തിൽ ആകുല ചിന്തയാകരുത്. നിന്റെ ദൈവം തരുന്ന അഭിഷേകത്തിൽ വിശ്വസിക്കുക. നിന്റെ ദൈവം തരുന്ന വചനത്തെ വിശ്വസിക്കുക. ദൈവം നിന്റെ പകർന്ന അഭിഷേകത്തെ വിശ്വസിക്കുക. ദൈവത്തിന്റെ ആത്മാവിൽ വിശ്വസിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ചലിപ്പിക്കുക. Sandara, Ribara Balaba Shandara, Ura Kashikala Bara, Sandara Lava Shandara, Riba Sandara, Uribe Sandara, Riba Shandara Lava, Uribiga, glory to God, glory to Jesus. ഇതുവരെ ദീപ് കാണാത്തൊരു പ്രവൃത്തിയാണെന്ന് സംഭവിച്ചത്. ഇതുവരെ നിന്റെ സമൂഹം അറിയാത്തൊരു പ്രവൃത്തി നിന്റെ ജീവിതത്തിലൂടെ സംഭവിക്കാനായിട്ട് പോവുകയാണ്. ഇതുവരെ നിന്നെ വിമർശിച്ച അനേകരുണ്ട്. അഭിപ്രായങ്ങൾ പറഞ്ഞ് മാറ്റി നിർത്തിയവരുണ്ട്. ഇങ്ങനൊക്കെ പ്രാർത്ഥന നടത്തേണ്ട ആവശ്യകതയുണ്ടോ എന്ന് നിന്നോട് ചോദിച്ചവരുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന അവർ നോക്കി നിൽക്കേ, അഭിപ്രായം പറഞ്ഞവർ നോക്കി നിൽക്കേ, വിമർശിച്ചവർ നോക്കി നിൽക്കേ, എന്ത് സംഭവിക്കുമെന്ന് കാണുവാൻ നോക്കുന്നവരുടെ നടുവിലൂടെ ചില അസാധാരണമായ ദൈവപ്രവൃത്തി ജീവിതത്തിൽ സംഭവിക്കുന്നു. നമ്മുടെ വായിക്കുന്ന ഇങ്ങനെയാണ്, പൗലോസിന് ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ടിട്ട് അവർ മനസ്സ് മാറി എന്ന് പറഞ്ഞു. ഇതിൽ നീ ഉറച്ചു നിന്നാൽ, നീ പതറാതെ നിന്നാൽ, നീ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നാൽ, ദൈവം തന്ന അഭിഷേകത്തെ നഷ്ടമാക്കാതെ നിന്നാൽ, സ്തോത്രം, നിന്റെ വിളിയും നിന്റെ തെരഞ്ഞെടുപ്പും നിന്റെ മേൽ പകർന്ന അഭിഷേകത്തിന്റെ അധികാരവും നിന്നിലൂടെ തമ്പുരാൻ തെളിയിക്കും. കർത്താവിന്റെ ദാസി ശക്തമായി നിന്നോണം, ശക്തമായി നിന്നോണം, ശക്തമായി നിന്നോണം. വെല്ലുവിളിയുടെ നടുവിലാണ്, പോരുകളുടെ നടുവിലാണ്, വിമർശിക്കുന്നവരുടെ നടുവിലാണ്. അവളോടൊരു പ്രാർത്ഥന എന്ന് പറയുന്ന ശബ്ദങ്ങൾ നീ കേട്ടിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പോലും പരിഹാസങ്ങളുടെ ശബ്ദങ്ങൾ ഉയർന്നു കേട്ടിട്ടുണ്ട്. തളരാതെ മടുത്തു പോകാതെ ഉറച്ചു നിന്നുകൊള്ളുക യേശുവിന്റെ നാമത്തിൽ. ദൈവത്തിന്റെ ആത്മാവിനെ വിളിച്ചു പറയട്ടെ, ധൈര്യമായി ഉറച്ചു നിന്നോണം. കുടുംബത്തിനകത്ത് ചില ദൈവ പ്രവൃത്തി സംഭവിക്കാൻ പോകുന്നു. തലമുറകളിൽ ചില നീതിയുടെ ദൈവം പണ്ട് പറഞ്ഞ ചില വാഗ്ദത്തങ്ങളുടെ നിവൃത്തീകരണങ്ങൾ ഭവനത്തിൽ വെളിപ്പെടുത്തുവാൻ തമ്പുരാന്
പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട്. തളരരുത്. നിരാശപ്പെടുത്തുന്ന സാഹചര്യം മുൻപിലുണ്ട്. തളർന്നു പോകരുത്. ഉറച്ചു നിന്നോണം. അഭിപ്രായം പറയുന്നവർ പറയട്ടെ, കുറ്റം പറയുന്നവരത് പറയട്ടെ, കളിയാക്കുന്നവരത് കളിയാക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രവചനാത്മാവിൽ വിളിച്ചു പറയുന്നു, ഭവനം ചില അത്ഭുതം കാണാൻ പോകുന്നു. Hallelujah. Praise God. ഓ ഹല്ലേലൂയ. ചില ബർബരന്മാരുടെ മനസ്സ് മാറും. നിനക്കെതിരായി നിൽക്കുന്നവരുടെ മനസ്സ് മാറും. Hallelujah. കളിയാക്കുന്നവരുടെ മനസ്സ് മാറും. ദൈവത്തിന് സകലതും സാധ്യമത്രേ. നോക്കൂ, തുടർന്ന് നാം വായിക്കുമ്പോൾ 8-ാം വാക്യം, പുബ്ലിയൂസിന്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ച് കിടപ്പായിരുന്നു. പൗലോസ് അടുക്കൽ അകത്ത് ചെന്ന് പ്രാർത്ഥിച്ച് അവന്റെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തി. കൈവച്ച് സൗഖ്യം വരുത്തി. ഏത് കൈ? 4-ാം വാക്യത്തിൽ നാം വായിച്ചില്ലേ, ജന്തു അണലി കൈമേൽ പറ്റിയെന്ന്. നിന്റെ പ്രവർത്തനത്തെ നിർത്തിക്കളയാൻ, നിന്റെ പ്രാർത്ഥനയെ നിർത്തിക്കളയാൻ, നിന്റെ അഭിഷേകത്തെ ചോർത്തിക്കളയാൻ, നിന്റെ വിളിയെ നശിപ്പിച്ച് കളയുക. ഓ, യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നിന്റെ മേൽ, നിന്റെ കൈമേൽ പോരാടിയ ശക്തിയില്ലേ? ആമേൻ. ആ കൈ കൊണ്ട് ആ കൈയെ ചലിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ ശക്തിയില്ലേ? നോക്കിയേ, ചില വാക്യങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ കൈ ചലിക്കുന്നത് കണ്ടോ? ആ കൈ വെച്ച് സൗഖ്യമാക്കുന്നത് കണ്ടോ? തളർന്നു പോകരുത്. വിത്ത് കരഞ്ഞും ചുമന്നും കൊണ്ട് വിതയ്ക്കേണ്ടി വരും. പക്ഷേ എന്നും വിതയല്ല, എന്നും ചുമക്കേണ്ട ആവശ്യകതയുമില്ല. ആർപ്പോടെ കൊയ്യുന്നൊരു ദിവസം ദൈവം വെച്ചിട്ടുണ്ട്. നിന്റെ പ്രവർത്തനത്തെ നിശ്ചലമാക്കാൻ പരിശ്രമിച്ച ശക്തികളുടെ നിർവീര്യത നീ കാണാനായിട്ട് പോവുകയാണ്. അതിന്റെ അടിസ്ഥാനത്തെ ദൈവം കുലുക്കിയിട്ട് ഏത് മേഖലയിൽ നീ വേദനിച്ചോ അതേ മേഖല നിനക്ക് അനുഗ്രഹമാകാനായിട്ട് പോവുകയാണ്. ഏത് കൈ ചലിക്കുമെന്ന് പറഞ്ഞു, ഏത് കൈ നിശ്ചലമാകുമെന്ന് പറഞ്ഞു, അതേ കൈ ചലിക്കുന്ന ദൈവമേ, വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാണാനായിട്ട് കഴിയുന്നില്ലേ? നിന്റെ ദൈവം ആരാണെന്നാ നീ മനസ്സിലാക്കിയിട്ടുള്ളത്? നിന്റെ ദൈവത്തിന്റെ കരുത്തിനെ കുറിച്ച് വലിയ ബോധ്യം നിനക്കുണ്ടോ? നിന്റെ യേശുവിന്റെ കരുത്ത് എന്താണെന്ന് നിനക്കറിയാമോ? എന്തുകൊണ്ട് ധൈര്യത്തോടെ ബൈബിൾ പ്രസംഗിക്കുന്നറിയാമോ? ഒരു കാലത്ത് ഈ ബൈബിൾ വലിച്ചെറിഞ്ഞ് നടന്നവനാ ഞാന്. പ്രാർത്ഥനയ്ക്ക് പോകുന്ന എന്റെ അമ്മയെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നവനാ ഞാന്. പ്രാർത്ഥനയ്ക്ക് പോകുന്ന അനീതിയെ തല്ലിയിരുന്നവനാ ഞാന്. അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്നവർ വീട്ടിൽ ചെന്ന് അവർ പറയുന്ന അന്യഭാഷ ഏറ്റു പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നവനാ ഞാന്. ആമേൻ. ആരെല്ലാം പോയാലും ആമേൻ ഈ ബൈബിൾ ആമേൻ ആയി നടക്കുവാൻ എന്നെ കിട്ടില്ലെന്ന് പറഞ്ഞ് നടന്നവനാ ഞാന്. വഴിയരങ്ങിൽ നിന്ന് സുവിശേഷം പറയുന്നവരെ എതിർത്തുകൊണ്ടിരുന്നവനാ ഞാന്. എന്നെ കൊണ്ട് കഴിയാവുന്ന മാക്സിമം ഈ ബൈബിളിനെതിരെ, സുവിശേഷത്തിനെതിരെ, യേശുവിനെതിരെ ചെയ്തുകൊണ്ടിരുന്നവനാ ഞാന്. ആമേൻ. ഇന്നേക്ക് 10-19 വർഷങ്ങൾക്ക് പുറകിൽ എന്നെ തൊട്ട യേശുവിന്റെ കരം ഇന്നും ചലിക്കുന്നു എന്ന് നല്ല ബോധ്യം എനിക്കുണ്ട്. എന്നെ തൊടുവാൻ യേശുവിന് കഴിയുമെങ്കിൽ, എന്റെ ജീവിതത്തെ മാറ്റുവാൻ യേശുവിന് കഴിയുമെങ്കിൽ, എന്റെ കുടുംബത്തെ തൊടുവാൻ യേശുവിന് കഴിയുമെങ്കിൽ, ഒരു യാഥാസ്ഥിക ഹൈന്ദവ നായർ കുടുംബത്തിൽ നിന്ന് എന്നെ ബൈബിൾ പ്രഭാഷകനായി മാറ്റുവാൻ യേശുവിന് കഴിയുമെങ്കിൽ, ഈ രാത്രികാലം നിങ്ങൾ അനുഭവിക്കുന്ന പ്രതികൂലത്തെ തൊടുവാൻ യേശുവിന് കഴിയും. യേശുവിന്റെ കരം കുറുതായി പോയിട്ടില്ല. യേശുവിന് വിളി ലഭിച്ചവര്, യേശുവിന്റെ വാഗ്ദത്തം ലഭിച്ചവര്, യേശുവിന്റെ ദൂത് കേട്ടവര്, യേശുവിനെ കണ്ടിറങ്ങിയവര് തളർന്നു പോകരുത്, തളർന്നു പോകരുത്. നിന്റെ കൈ ചലിക്കുക തന്നെ ചെയ്യും. നാളുകളായി ഹൃദയത്തെ, മനസ്സിന് വല്ലാതെ വലച്ച് ആമെ പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ, മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം ശരീരത്തെ, മനസ്സിനൊക്കെ ക്ഷീണിപ്പിച്ച് ഒരു മൂലയ്ക്ക് ഒതുക്കി കൂട്ടുവാൻ പരിശ്രമിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഈ രാത്രികാലം യേശുവിന്റെ നാമത്തിൽ അഴിയുന്നു. Hallelujah. Receive it, Daddy. Victory in the name of Jesus.
ഒരു ഹീലിംഗ് മിനിസ്ട്രി യേശുവിൻ നാമത്തിൽ വെളിപ്പെടട്ടെ. Shikalabasandalaba. കർത്താവേ, അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ. Hallelujah. Rikabarasiandala. Ribashandalaba. നിന്റെ മക്കളിൽ ആ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഒരു Urarabasiandala. സ്ഥലത്ത് പിടിച്ചു വെച്ച് ഒരു സ്ഥലത്ത് നിന്ന് ചലിക്കാൻ കഴിയാതെ, ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ സേവിക്കാൻ കഴിയാതെ, ആമേൻ, ഒരു മൂലയ്ക്ക് പിടിച്ചിടുവാൻ പരിശ്രമിക്കുന്ന ഈ മിനിസ്ട്രികളെ കെട്ടിവെക്കുവാൻ ശ്രമിക്കുന്ന, ഈ മിനിസ്ട്രികൾ ചലിക്കാതിരിക്കാൻ മാക്സിമം പരിശ്രമിക്കുന്ന Hallelujah. മേഖലകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. Hallelujah. Break it in the mighty name of Jesus Christ. Hallelujah. കർത്താവേ, നിന്റെ അതോറിറ്റി അങ്ങയുടെ ദാസിയുടെ മേൽ, ഈ പ്രിയപ്പെട്ടവരുടെ മേൽ വ്യാപരിക്കട്ടെ. Hallelujah. അസാധാരണമായ ഹീലിംഗ് ഈ മിനിസ്ട്രിയിൽ സംഭവിക്കട്ടെ. Praise God. കർത്താവേ, കൈകൾ ക്ഷീണിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചവർ നടുവിൽ, ആമേൻ, അസാധാരണമായ ദയ ബർബരന്മാർ കാണിക്കത്തക്ക നിലവാരത്തിൽ Hallelujah. അദീബ് ഇന്ന് വരെ കാണാത്ത അധികാരത്തിന്റെ ശുശ്രൂഷ, കൈവച്ച് സൗഖ്യം വരുത്തുന്ന ശുശ്രൂഷ, യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ Hallelujah. Hallelujah. മിനിസ്ട്രി ലെവൽ ഓപ്പൺ ആകട്ടെ. Amen. സ്തോത്രം. ഹീലിംഗ് മിനിസ്ട്രി റിസീവ് ചെയ്യട്ടെ കർത്താവേ. Hallelujah. Praise God. പവർ ജനത്തിന്മേൽ ആമേൻ വ്യാപരിക്കട്ടെ. ആമേൻ. തുടർന്നുള്ള ദിവസങ്ങളിൽ, യോഗങ്ങളിൽ, ശുശ്രൂഷകളിൽ, മിനിസ്ട്രികളിൽ അസാധാരണമായത് ആമേൻ ഈ ജനത്തിന്റെ നടുവിൽ സംഭവിക്കട്ടെ. Hallelujah. അയ്യോ, ഇതിലെ നീ പ്രതീക്ഷിക്കാത്ത ചില കപ്പൽ ഛേദങ്ങളും പ്രതീക്ഷിക്കാത്ത ചില അണലി കൈമേ കടിക്കുന്നൊക്കെ ഈ വിധത്തിൽ വന്നേക്കാം. Hallelujah. അതൊന്നും ദൈവവാഗ്ദത്തത്തിന് തടസ്സമല്ല. Amen. അതൊന്നും ദൈവപ്രവൃത്തിക്ക് തടസ്സമല്ല. Hallelujah. നിന്റെ കഴിവോ, കഴിവുകേടോ, സൗന്ദര്യമോ, ആരോഗ്യമോ, കൂടെ ആരോഗ്യമുണ്ടോ, സാമ്പത്തികമോ, ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. Hallelujah. ദൈവത്തിന് വിഷയം, are you willing to respond? Amen. Are you I willing to respond, Daddy. I respond to your what calling. for long? കർത്താവിന് വേണ്ടി പ്രതികരിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുവാനുള്ള ഒരു മനസ്സുണ്ടോ? അത്ര മതി കർത്താവിന്. Amen. ആണൊരു വിഷയമല്ലെന്ന് കൊടന്നു കളയാൻ തമ്പുരാൻ കൃപ തരുന്നെങ്കിൽ ആണലി കടിച്ചാൽ എന്താ? ആണലി കടിച്ചാൽ ഒന്നും സംഭവിക്കില്ലെന്ന് കർത്താവ് പറഞ്ഞ പിന്നെ എന്താ? ഈ പ്രതികൂല ഇതിലൂടെ ഒന്നും നടക്കത്തില്ലെന്ന് കർത്താവ് പറഞ്ഞ പിന്നെ ദൈവം നീ എന്തിന് ഭാരപ്പെടണം? അക്കരയ്ക്ക് പോകാൻ കർത്താവ് പറഞ്ഞില്ലേ? നീ എന്തിനു ചങ്ങലപ്പെടുന്നു? കാത്തിരിക്കട്ടെന്ന്, തിരമാല ഉയരട്ടെന്ന്, പടക് മുങ്ങുന്ന പോലൊക്കെ തോന്നും. അതൊക്കെ സ്വാഭാവികം. പക്ഷെ അമ്പലത്തിന് കർത്താവില്ലേ? നിന്നെ വിളിച്ച് യേശുവല്ലേ? നിന്നോട് പറഞ്ഞ ദൂത് ശ്രദ്ധിച്ചോ? അക്കരയ്ക്ക് പോകാം. Let cross the sea, cross the sea, not to fall in the midst of the sea. Let cross the sea. ഈ കടൽ കടക്കുക. ഇതിനപ്പുറത്തേക്ക് നമ്മുടെ destination. നമ്മെ എത്തിക്കേണ്ടടത്തേക്ക് എത്തിക്കുവാൻ തമ്പുരാനുകൾ പദ്ധതിയുണ്ട്. നമ്മെ എത്തിക്കേണ്ടത് തമ്പുരാനെത്തിക്കും. ധൈര്യമായിരിക്കും, 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 ധൈര്യമായിരിക്കും. ആമേൻ. ചില മേഖലകൾ നിന്നെ എത്തിക്കത്തില്ലെന്നും നിർത്തിക്കത്തില്ലെന്നൊക്കെ പോരാടിയാലും ദൈവം അതിനോട് പറഞ്ഞെത്തിക്കുമെന്ന് ധൈര്യമായിരിക്കും. ക്രൈസ്തവരുടെ മുമ്പാകെ നിർത്തുമെന്ന് പറഞ്ഞ തമ്പുരാനാണ്, അല്ലാതെ ഒരു പാസ്റ്ററല്ല പറഞ്ഞത്. പൗലോസിനോട് ദൂത് പറഞ്ഞ പത്രോസോ യോഹന്നാനോ യാക്കോബോ തുടങ്ങിയവരൊന്നുമല്ല, അപ്പോസ്തലന്മാരൊന്നുമല്ല പറഞ്ഞത്. നിന്നോട് ദൈവം ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത്. ആമേൻ. കർത്താവിന്റെ ദാസിയോട് കൃത്യമായി ദൈവം ഇടപെട്ട ദൂതുകളുണ്ട്. ധൈര്യമായിരിക്കുക. ആമേൻ. ഒന്നും അതിന്റെ നടുവിൽ സംഭവിക്കുകയില്ല. ആമേൻ. ചില ആണി ഉലയുന്ന പോലൊക്കെ തോന്നും. ധൈര്യമായിരിക്കുന്ന കർത്താവല്ലേ പറഞ്ഞത്, കർത്താവിനെ വിളിച്ചത്, കർത്താവിനെ ഏൽപ്പിച്ചത്, കർത്താവിന് നിയോഗം തന്നത്. ധൈര്യമായിരിക്കുക. ഏതിടത്ത് നീ വേദനിച്ചു അതേ ഇടം നിന്റെ മിനിസ്ട്രിയുടെ ഇടമായി മാറാൻ പോകുകയാണ്. ഏതിടത്ത് നീ ആകുലത അനുഭവിച്ചു അതേ ഇടം നിന്റെ മിറാക്കിൾ ഹോമായി മാറാൻ പോകുകയാണ്. ഈ ദ്വീപിൽ ആർക്കുമില്ലാത്തതാണ് പൗലോസിന് സംഭവിച്ചത്. ആ ദ്വീപിൽ ആരും ചെയ്യാത്ത പൗലോസ് ചെയ്തു. ഇതിന് മുമ്പ് ചെയ്തിട്ടില്ല, അതിന് ശേഷവും ചെയ്തിട്ടില്ല. ഇന്ന് ആ മെലീത്ത എന്ന് പറഞ്ഞ ദ്വീപ് മാൾട്ട
എത്ര ബ്ലസ്ഡ് നേഷൻ ആണെന്നറിയാമോ? ആമേൻ. എന്റെ പല സ്നേഹിതരവിടെ ഉണ്ട്. എത്രയും ബ്ലസ്ഡ് നേഷൻ ആ ലാൻഡ് ആയത് മാറിയെന്നറിയാമോ? ദൈവം ഇതിൽ നീ വില കൊടുത്ത് നിന്നാൽ നീ നിമിത്തം നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നീ നിമിത്തം നിന്റെ സഭ അനുഗ്രഹിക്കപ്പെടും. നീ നിമിത്തം നിന്റെ ശുശ്രൂഷ മണ്ഡലം അനുഗ്രഹിക്കപ്പെടും. നീ നിമിത്തം നീ ഉൾപ്പെട്ട് നിൽക്കുന്ന ദേശം അനുഗ്രഹിക്കപ്പെടും. വിശ്വസിക്കുക, ധൈര്യമായിരിക്കുക. കർത്താവ് പറഞ്ഞതേ സംഭവിക്കും. വിവചനങ്ങളാൽ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുകയാണെങ്കിൽ എന്നെ, എന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. ആമേൻ. എൻ്റെ അമ്മയുണ്ട്, അനീറ്റി ഉണ്ട്, കുടുംബസ്ഥയാണ്, 3 കുഞ്ഞുങ്ങളുണ്ട്. തിരുവല്ലയ്ക്കടുത്ത് മുണ്ടിയപ്പള്ളി എന്ന സ്ഥലത്ത് ശുശ്രൂഷിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നടത്തുവാനായിട്ട്, ശുശ്രൂഷകൾ അനുഗ്രഹിക്കുവാനായിട്ട് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ചോദിക്കുകയാണ്. അവസാനം വരെ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത്യാവശ്യമായിട്ട് എനിക്കൊരു യാത്ര ക്രമീകരിക്കപ്പെടേണ്ടി വന്നു. സോ സോറി. ഞാൻ വാക്ക് പറഞ്ഞതായിരുന്നു. സോ സോറി. ഞങ്ങൾ ഇത്രയും സമയം കർത്താവിൻ്റെ അത്ഭുതകരമായ ദൂത് ഞങ്ങളോട് ഷെയർ ചെയ്തതിന് കർത്താവിൻ്റെ ദാസനോട് ഞങ്ങളുടെ സ്നേഹവും സന്തോഷവും ഞങ്ങൾ അറിയിക്കുവാണ്. May God bless you. May God use you mightily for God's ministry. ഞങ്ങളെ പ്രാർത്ഥനയിൽ എല്ലായ്പ്പോഴും ഉണ്ടാവും. ഇനിയും വന്ന് ഞങ്ങളെ ശുശ്രൂഷിക്കണം, ഞങ്ങൾ വിളിക്കും. May God bless you and your ministry. Bye bye. Thanks a lot. അപ്പം നമുക്ക് തിരുവചനത്തിലേക്ക് കടക്കാം. ഹല്ലേലൂയ. കർത്താവ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൂത് ഞാൻ നിങ്ങളെ അറിയിച്ചൊരു ടെസ്റ്റ് വഴി നമുക്ക് ഷെയർ ചെയ്യാം. ഇനി കടന്നു വരുന്നവരുണ്ടാവും, ബിക്കോസ് ചിലരൊക്കെ 8:30 കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്യണേ. So let us go to the message. Hallelujah. നമ്മൾ പുതിയ നിയമവും പഴയ നിയമവും കണക്ട് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹല്ലേലൂയ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ നിന്നും 1 യോഹന്നാൻ 2:14 നിന്നാണ്. ഞാൻ വേഗം വചനം വായിച്ച് മെസ്സേജിലേക്ക് കടക്കാം. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യം പറയുന്നു, ആ കാലത്ത് മോശ മുതിർന്ന ശേഷം അവൻ തൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരുടെ ഭാരമുള്ള വേല നോക്കി തൻ്റെ സഹോദരന്മാരിൽ ഒരു എബ്രായനെ ഒരു മിസ്രൈമിനെ അടിക്ക കണ്ടു. ഹല്ലേലൂയ. 1 യോഹന്നാൻ 2:14 പറയുന്നു. ഹല്ലേലൂയ. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത് ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം മോശയുടെ 40-ാം വയസ്സിൽ ഹല്ലേലൂയ അവൻ്റെ ബ്രദേഴ്സിൻ്റെ അടുക്ക പോയി. ഹല്ലേലൂയ. അവര് കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട്, ബേർഡൻ കണ്ടിട്ട് ഹല്ലേലൂയ മോശയ്ക്ക് ഹല്ലേലൂയ വളരെ വിഷമവും പ്രയാസവും ഒക്കെ തോന്നി. ഹല്ലേലൂയ. താനൊരു ഇസ്രയേലിയനായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ ഓ റിഖാലബശന്തറ 2-ന്റെ ഹല്ലേലൂയ 24-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതേക്കണേ. ഹല്ലേലൂയ. ദൈവമോ മരണപാർശ്വങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഹല്ലേലൂയ. ഓറിഖാലബശന്തറ. നമ്മൾ ഹല്ലേലൂയ മോശയുടെ കാര്യം നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ മോശയുടെ ആദ്യം നമുക്കറിയാം മോശയുടെ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം. ഞാൻ സമ്മപ്പ് ചെയ്ത് വേഗം പോകാം. ഹല്ലേലൂയ. കാര്യം അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത ചിലരുണ്ടാവുമല്ലോ ഇതിനകത്ത്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. ഹല്ലേലൂയ. മോശ ജനിക്കുന്നു. ഹല്ലേലൂയ. അവിടെ യാക്കോബിൻ്റെ കുടിപ്രദേശത്ത് ഉത്ഭവിച്ച ദേഹികളെല്ലാം 70 പേരായിരുന്നു. അങ്ങനെ നമുക്കറിയാം ഇസ്രായേൽ മക്കള് ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ പെട്ടെന്നൊരു എന്താ പറയുക രാജാവ് വരികയും മിസ്രൈം രാജാവ് ഷിപ്ര എന്ന പൂവ എന്ന പേരുള്ള എബ്രായ സ്തുതികർമ്മികളോട് അവിടെയുള്ള ഈ ഇസ്രായേലിയർ അവർ പെരുത്ത് അവർ വലിയൊരു ജനമായി തീരുന്നത് കണ്ടിട്ട് ആ രാജാവിന്
രാജാവിന് തോന്നി മിസ്രൈമിലേക്ക് അവരൊരു അപകടമായി തീരും, ഈ ഇസ്രായേൽ ജനം ഇങ്ങനെ വളർന്നാൽ എന്ന് വിചാരിച്ചിട്ട് ഈ രാജാവ് പറഞ്ഞു, ഹല്ലേലൂയ, ഈ സ്തുതികർമ്മികളോട് പറഞ്ഞു, നിങ്ങൾ പ്രസവത്തിന്, പണ്ടൊക്കെ അറിയാം സ്തുതികർമ്മികൾ പോയാണ് പ്രസവങ്ങൾ എടുക്കുന്നത്, ഹല്ലേലൂയ. അപ്പം നിങ്ങൾ പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ ഉപദ്രവിക്കേണ്ട, ആൺകുട്ടിയാണെങ്കിൽ അതിനെ ഉപദ്രവിച്ച് കളയണം എന്ന് പറഞ്ഞു, ഹല്ലേലൂയ. അപ്പം അങ്ങനെ നമുക്ക് പിന്നെ 2-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ കാണാം, എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവ്യ കന്യയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിച്ചു വെച്ചു. അവനെ പിന്നെ ഒളിച്ചു വെപ്പാൻ കഴിയാതെ ആയപ്പോൾ അവൾ ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി അതിന് പശയും കീലും തേച്ചു പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു. അവൻ എന്ത് ഭവിക്കുമെന്നറിയുവാൻ അവൻ്റെ പെങ്ങൾ ദൂരത്ത് നിന്ന്, അപ്പോൾ ഈ ഫറവോന്റെ പുത്രി ആ നദിയിൽ കുളിക്കാൻ വന്നു. തൻ്റെ സഖികളുമായിട്ട് അവിടെ കുളിക്കാൻ വന്നപ്പോൾ അവളുടെ ദാസിമാർ നദീതീരത്തുകൂടെ നടന്നു. അവർ ഞാങ്ങണയുടെ ഇടയിൽ പെട്ടകം കണ്ടപ്പോൾ അതിനെ എടുത്തു കൊണ്ടുവരുവാൻ ദാസിയെ അയച്ചു. അവൾ അത് തുറന്നു നോക്കിയപ്പോൾ ഒരു പൈതലിനെ കണ്ടു. കുട്ടി ഇതാ കരയുന്നു. അവൾക്ക് അതിനോട് അലിവ് തോന്നി. ഇത് എബ്രായരുടെ പൈതങ്ങളിൽ ഒന്നാണെന്ന് അവർക്ക് മനസ്സിലായി. അവൻ്റെ പെങ്ങൾ ഫറവോന്റെ പുത്രിയോട്, ഹല്ലേലൂയ, ഈ പൈതലിനെ മുല കൊടുക്കേണ്ടതിന് ഒരു എബ്രായ സ്ത്രീയെ ഞാൻ ചെന്ന് വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്താ പറയുക, ആ മോശയുടെ അമ്മയ്ക്ക് തന്നെ അതിനെ മുല കൊടുത്ത് വളർത്തുവാൻ സഹായിച്ചു. മോശ എന്നിട്ട് മിസ്രൈമിൽ തന്നെ വളർന്നു. ഹല്ലേലൂയ. നമുക്ക് പിന്നത്തേതിൽ നോക്കുമ്പോൾ, ഹല്ലേലൂയ, മോശ വളർന്നു. അവിടെ അവിടുത്തെ മിലിറ്ററി ട്രെയിനിങ് ഒക്കെ കിട്ടി. മോശ ഭയങ്കര സ്ട്രോങ് ആയി. ഹല്ലേലൂയ. ആ സമയത്താണ് അവിടെ ഈ മിസ്രൈമ്യർ ഇസ്രായേൽ ജനത്തെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ ഒരുവനെ കൊന്നിട്ട്, അപ്പോൾ ഫറവോൻ ഈ മോശയെ കൊല്ലാൻ വേണ്ടി ഓടിക്കുന്ന സമയത്ത് മോശ അവിടുന്ന് ഓടിപ്പോവുകയാണ്. ഹല്ലേലൂയ. ഓടിപ്പോയിട്ട് ഹല്ലേലൂയ പോകുന്ന വഴിയിലാണ് നമുക്ക് കാണാം എക്സോഡസ് പുറപ്പാട് പുസ്തകത്തിൻ്റെ ഹല്ലേലൂയ, ഓ റിഖാബാസ്യാന്തര റീബശന്തര, ഓ റിഖാബാസ്യാന്തര അധികാലകശന്തര റിഖാബാസ്യാന്തര അധികാരകസന്തര അധികാരകശന്തര. ഹല്ലേലൂയ. മോശെ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായിയപ്പനുമായി ഇത്രോവിൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അങ്ങനെ അമ്മായിയപ്പൻ്റെ ആടുകളെ മേയിച്ച് അങ്ങനെ അവിടെ പോയി. എന്താ പറയുക, അതിനിടയിൽ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. ഓടി ഒളിക്കുന്ന സമയത്ത് അവിടെ വെള്ളമെടുക്കാൻ കുറച്ച് സ്ത്രീകൾ അവിടെ വരുന്നുണ്ട്. അവർക്ക് വെള്ളമെടുക്കാൻ പറ്റാതെ ആട്ടിടയന്മാർ അവരെ വിലക്കുമ്പോൾ മോശ അവിടെ പോയി അവരെ സഹായിക്കുകയും അങ്ങനെ അവരുടെ പുരോഹിതൻ്റെ അടുത്ത് ഈ മോശയെ കൊണ്ട് എത്തിക്കുകയും അങ്ങനെ അവിടെ ഒരു സഹോദരിയെ എന്താ പറയുക പരിഗ്രഹിക്കുകയും മോശ അങ്ങനെ അവിടെ അമ്മായിയപ്പൻ്റെ കീഴിലായിത്തീരുകയും ചെയ്തു. ഹല്ലേലൂയ. മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ വളർന്നു. എല്ലാ ട്രെയിനിങ്ങും കിട്ടി. ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ട് ഏറ്റവും എന്താ പറയുക മിലിറ്ററി വൈസും എല്ലാം ശക്തി പ്രാപിച്ച മോശയായിരുന്നു. ഒരുപാട് ട്രെയിൻഡായ ഒരു മിലിറ്ററി ലീഡർ കൂടിയായിരുന്നു. ആ മോശ ഇപ്പോൾ എവിടെയാണ്? അമ്മായിയപ്പൻ്റെ ഹല്ലേലൂയ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു സംഭവമുണ്ട്. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്തെ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപ്പടപ്പ് തീപിടിച്ചു കത്തുന്നത്, മുൾപ്പടപ്പ് വെന്തു പോകാതിരിക്കുന്നത് കണ്ടു. മുൾപ്പടപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. അതിനവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ടടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇത്രയുമാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഫറവോന്റെ രാജ്യത്ത്, ഹല്ലേലൂയ, ഫറവോന്റെ കൊട്ടാരത്തിൽ മോശ എല്ലാം തികഞ്ഞവനായിരുന്നു. ഹല്ലേലൂയ. അവൻ ഹൈലി ട്രെയിൻഡ് ആയിരുന്നു. അവിടുത്തെ മിലിറ്ററിയുടെ ലീഡറായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ഒന്നുമല്ലാത്തവനായി അവിടെ നിന്ന് അവൻ ചെയ്ത ആ ഒരു പാപനിമിത്തം അവിടെ നിന്ന് ഒളിച്ചോടി വന്ന്
ഇവിടെ ഒരു എന്താ പറയുക, അമ്മായിയപ്പൻ്റെ കീഴിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ സമയങ്ങളിൽ നമ്മൾ ആലോചിച്ചാൽ ദൈവം മോശയെ സൈലൻ്റായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ് തൻ്റെ മിഷന് വേണ്ടിയിട്ട്. സ്വർഗത്തിലെ കർത്താവ് മോശയെ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവരുവാൻ വേണ്ടി ഒരു വലിയ ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് തന്നെയാണ് മോശയെ കൊണ്ടുവരാൻ. ഒരു പ്രവാചകൻ, ഒരു ലീഡർഷിപ്പ്, ഒരു അതോറിറ്റി മോശയ്ക്ക് കൊടുക്കുന്നു. ഈ പൊസിഷനിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ട്രെയിനിങ് ആയിരുന്നു ആക്ച്വലി. എന്തെല്ലാം താൻ സ്വയം ആയിരുന്നോ തൻ്റെ ബുദ്ധിപരമായി, അതിനെ ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് മോശയെ ദൈവം കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. നമുക്ക് ആക്ച്വലി ജീവിതത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ വി വിൽ എൻജോയ് ഓൾ ദ ബ്ലെസ്സിങ്സ് ഓഫ് ലൈഫ് ഇൻ ക്രൈസ്റ്റ് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ. പക്ഷേ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക്, ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മളിൽ നിറവേറുവാൻ, ഹല്ലേലൂയ, ദെർ ആർ ടൈമിങ്സ്. ഹല്ലേലൂയ. നമ്മൾ എന്താ പറയുക, നമ്മൾ ആ ഒരു കർത്താവ് വിളിച്ചേക്കണ ആ ഒരു വാഗ്ദത്തത്തിലേക്ക് ആ ഒരു ടൈമിംഗ് ഉണ്ട്. ആ ടൈമിംഗ് എന്നാന്ന് വെച്ചാൽ നമ്മളെ ഫ്രൂട്ട്ഫുൾ ആക്കുക, നമ്മളെ ആ ദൗത്യം ചെയ്യാൻ നമ്മളെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടൈമാണത്. ഹല്ലേലൂയ. ഊരാബ ഷിഖാലാബ. നമ്മളെ ആ ഒരു വലിയൊരു ലീഡർഷിപ്പ് ആ പൊസിഷനിലേക്കാണ് മോശയെ വിളിച്ചത്. അപ്പം അതിനുള്ള ട്രെയിനിങ് മോശയ്ക്ക് ദൈവം കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് വരുന്ന വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എന്താ പറയുക, നമുക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ ടൈമിങ്സിനെ നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബ്രിഖാലാബാശന്തര. നമ്മൾ സങ്കീർത്തനം 1:3 അല്ലെങ്കിൽ എക്ലേസിയസ് 3 വായിച്ചാലും, ഹല്ലേലൂയ, രണ്ടും ഏതാണ്ട് ഒരേപോലത്തെ വാക്യങ്ങളാണ്. എക്ലേസിയസ് 3 ഹല്ലേലൂയ റിഖാബാസ്യാന്തര 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ, എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനൊരു കാലമുണ്ട്. ജനിപ്പാൻ ഒരു കാലം, മരിപ്പാൻ ഒരു കാലം, നടുവാൻ ഒരു കാലം, നട്ടത് പറിപ്പാൻ ഒരു കാലം, കൊല്ലുവാൻ ഒരു കാലം, സൗഖ്യമാക്കുവാൻ ഒരു കാലം, ഇടിച്ചു കളയുവാൻ ഒരു കാലം, പണിവാൻ ഒരു കാലം, കരയുവാൻ ഒരു കാലം, ചിരിപ്പാൻ ഒരു കാലം, വിലപിപ്പാൻ ഒരു കാലം, നൃത്തം ചെയ്യുവാൻ ഒരു കാലം, കല്ല് പെറുക്കി കളയുവാൻ ഒരു കാലം, കല്ല് പെറുക്കി കൂട്ടുവാൻ ഒരു കാലം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ, ഹല്ലേലൂയ, 10-ാമത്തെ വാക്യം പറയും, ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്തിരിക്കുന്ന കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദ്യോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് കുറച്ച് പിന്നെ നമ്മളോട് ദേവദാസൻ, ദൈവത്തിൻ്റെ ആത്മാവ് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. നിങ്ങളത് ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. കർത്താവ് ചില പ്രതികൂലങ്ങൾ, ചില പ്രയാസങ്ങൾ, ശരിയാണ്, പൗലോസിന്റെ മേൽ ഹല്ലേലൂയ അണല് വീണു. ഹല്ലേലൂയ. അവിടെ ചുറ്റും നിന്നവർ വിചാരിച്ചു പൗലോസിന്റെ ജീവിതം ഇവിടെ തീർന്നു, ഇവൻ ഏതോ വലിയ പാപിയാണ്. ഹല്ലേലൂയ. പക്ഷേ കുറച്ചു കഴിഞ്ഞ് അത് കുടഞ്ഞെഴുന്നേറ്റ് പൗലോസ് അവിടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ കണ്ടപ്പോൾ ഇവൻ ശരിക്കും ഒരു ദൈവ മനുഷ്യനാണ്, ഇവൻ ഒരു ദൈവനാണോ എന്ന് വരെ അവർ പറഞ്ഞു. ഹല്ലേലൂയ. അതുപോലെ ഹല്ലേലൂയ, നമുക്ക് എല്ലാത്തിനും ഒരു ടൈമിംഗ് ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ ഒരു പ്രശ്നം, നമ്മുടെ ഒരു പാപം കൊണ്ടോ നമ്മുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ടോ ആയിരിക്കത്തില്ല നമ്മുടെ വാഗ്ദത്തങ്ങൾ ഡിലേ ആവുന്നത്. കർത്താവിൻ്റെതായ ഒരു സമയമുണ്ട് ദൈവമക്കളെ. ഓ റീബാല ശന്തര റിഖാബ സീഖര. നമുക്ക് കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് ഒരിക്കലും പോസ്റ്റ്പോൺ ചെയ്യാൻ കഴിയത്തില്ല. ഓ റിദിബിഖാലാബ ശന്തര. നമ്മൾ ഓർക്കണം, ഒരു കുഞ്ഞു കുട്ടിയും ഒരു ഗ്രോണപ്പ് ആയിട്ടുള്ളൊരു കുട്ടി, ഒരു മെച്യൂർ ആയിട്ടുള്ളൊരു കുട്ടിയും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് അല്ലേ? ഹല്ലേലൂയ. ഹറബശത്തര. നമ്മൾ രക്ഷിക്കപ്പെട്ട അവസ്ഥയും നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരു 10-15 വർഷം കഴിഞ്ഞ് വളരുന്ന ഒരു ദൈവ പൈതലിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ആത്മീയമായി വളർന്ന ഒരു ദൈവ പൈതലും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. ഒറിഖാലാബശത്തര. നമ്മൾ ഗലേഷ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 8 വരെ നമ്മൾ വായിച്ചാൽ, ഹല്ലേലൂയ,
വായിച്ചാൽ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ രക്ഷിക്കപ്പെട്ട വന്ന അവസ്ഥയിൽ തന്നെയാണോ നമ്മൾ ഇപ്പോഴും ഇന്ന് രാത്രി നമ്മളെ തന്നെ ശോധന ചെയ്യണം. കർത്താവിനെ ഹല്ലേലൂയ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിക്കാത്തവർ ഹല്ലേലൂയ കർത്താവിനെ എത്രയും പെട്ടെന്ന് രക്ഷിതാവ് കർത്താവുമായി നിങ്ങൾ സ്വീകരിക്കുക. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ജീവനുള്ള ദൈവമുണ്ട്. യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഈ സകല മാനവരാശിയുടെ പാപമോചനത്തിന് ഏക രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. കർത്താവിനെ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നിത്യതയിൽ കർത്താവിനോട് കൂടെ വാഴാൻ കഴിയത്തുള്ളൂ, നിത്യ സ്വർഗത്തിൽ എന്നും ജീവിക്കാൻ കഴിയത്തുള്ളൂ, ആ നിത്യതയിലേക്ക് ഓഹരിക്കാരായി തീരാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് ചോയ്സ് തന്നിരിക്കുവാണ് ഈ ലൈഫില്. ദൈവത്തിന്റെ നമ്മളോടുള്ള ഏറ്റവും വലിയൊരു സ്നേഹം അതാണ്. ഹല്ലേലൂയ. He has given us the free will to choose. നമുക്ക് കർത്താവ് ഫ്രീ വില്ല് തന്നിരിക്കുവാണ്. നമ്മൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കണോ അതോ ജീവനില്ലാത്ത പ്രതിമകളെ നമ്മൾ ആരാധിക്കണമോ എന്ന്. ഹല്ലേലൂയ. ആ പ്രതിമകൾ നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുമോ? ആ പ്രതിമകൾ ഹല്ലേലൂയ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് മറുപടി കിട്ടുമോ? ഹല്ലേലൂയ. ആ പ്രതിമകൾക്ക് നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയുമോ? നിങ്ങളുടെ രോഗത്തിന് സൗഖ്യം തരാൻ കഴിയുമോ? ഹല്ലേലൂയ. ജീവനുള്ള ദൈവത്തെ അറിയുക, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ അതാണ്. ഹല്ലേലൂയ. ഞാൻ യേശു മരിച്ചു, അടക്കപ്പെട്ട്, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവനുള്ള ദൈവമായി ജീവിക്കുന്ന യേശു കർത്താവ്. ഇതൊരു മതമല്ല ദൈവമക്കളെ. എൻ്റെ കർത്താവ് ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല. ഹല്ലേലൂയ. സകല മാനവരാശിയുടെ ദൈവമാണ്. ഹല്ലേലൂയ. യേശു കർത്താവിനെ ഹല്ലേലൂയ നമ്മുടെ സ്വന്തം രക്ഷകനും കർത്താവുമായിട്ട് നമ്മൾ എന്ന് സ്വീകരിക്കുന്നോ അന്ന് ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ തീരും. സ്വർഗത്തിൽ ജീവപുസ്തകത്തിൽ നമ്മുടെ പേര് എഴുതപ്പെടും. നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരും. നമുക്ക് പാപമോചനം ലഭിക്കും. ഞാൻ ഇത് തുടങ്ങിയപ്പോൾ ചിലരത് കേട്ടില്ല, ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാണ്. ആ നിത്യ ന്യായവിധിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. ഹല്ലേലൂയ. നമുക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മൾ അന്ന് ജഡ്ജ്മെന്റ് സീറ്റിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് എൻ്റെ കേട്ട മെസ്സേജ് നിങ്ങളെ അന്ന് ദൈവം ഓർപ്പിക്കും. കാര്യം ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ വചനവും വാക്കുകളും സാക്ഷികളായി നിങ്ങൾ മാത്രമല്ല, സ്വർഗം സാക്ഷിയാണ്, ഈ മതിലുകൾ സാക്ഷ്യമാണ്. ഹല്ലേലൂയ. ഈ പ്രകൃതി സാക്ഷ്യമാണ്. അന്ത്യനാളിൽ ജഡ്ജ്മെന്റിന് വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ഭിത്തികൾ, വാളുകൾ, കല്ലുകൾ, നേച്ചർ വരും സാക്ഷികളായിട്ട്. ഹല്ലേലൂയ. ഈ വചനം അവൻ കേട്ടോ? ഹല്ലേലൂയ. എന്നിട്ട് അവൻ സ്വീകരിച്ചോ ഇല്ലയോ എന്ന്. ഹല്ലേലൂയ. അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് മോശയുടെ ഒരു പ്രിപ്പറേഷൻ ടൈമാണ്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന് കീഴ്പ്പെട്ട് കൊടുത്താൽ മാത്രമേ കർത്താവിന് നമ്മളെ ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ സെൽഫ് ബുദ്ധി കൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. കർത്താവിന് വേണ്ടി ജീവിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ഉഡാലാബ ഷഖലാബ റീകാബ സിയാന്തര റീബസന്തു ഋതികാരകശന്തര. കർത്താവിൻ്റെ വഴി ഇടുക്കവും ഞെരുക്കവും ഉള്ള വഴിയാണ്. അവിടെ പ്രതികൂലങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എന്നാൽ ഇടയ്ക്ക് ദൈവത്തിൻ്റെ സന്തോഷവും സമാധാനവും കർത്താവിൻ്റെ എല്ലാ സമ്പത്തും നമുക്ക് ലഭിക്കും, എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കും. പക്ഷേ ആ കർത്താവിനെ ടേസ്റ്റ്, അങ്ങനെയാണ് വചനം പറയുന്നത്, ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. ഹല്ലേലൂയ. കർത്താവിനെ രുചിക്കാതെ എങ്ങനെയാ കർത്താവിൻ്റെ സ്നേഹം നമ്മൾ അറിയണേ? ഹല്ലേലൂയ. റികാലാബാശാന്തര. നമ്മൾ ഈൽഡ് ചെയ്യണം. നമ്മൾ ജീസസിന് വേണ്ടി നമ്മളെ തന്നെ കൊടുക്കണം. ഹല്ലേലൂയ. നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സ്ട്രെങ്ത്തും കഴിവും എല്ലാം നമ്മൾ താഴെ വെച്ചിട്ട് കർത്താവ് നമ്മളിൽ വളരേണം. അതാണ് വചനം പറയുന്നത്, നീയോ എന്നിൽ വളരേണം, ഞാനോ കുറയണം. ഹല്ലേലൂയ.
ഇവിടെ നമുക്കറിയാം മോശ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോവുകയായിരുന്നു 40 വർഷം. ഹല്ലേലൂയ. എന്നിട്ട് മുൾപ്പടപ്പില് ദൈവം മോശയ്ക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. ആ മുൾപ്പടപ്പ് കത്തുന്നു, മോശ നോക്കുന്നു. ഹല്ലേലൂയ. മോശ വിചാരിച്ചു ഹല്ലേലൂയ, ഓ എന്താണ് ഹല്ലേലൂയ, എന്നെ എന്തിനാണ് കർത്താവ് മുൾപ്പടപ്പിൽ വെളിപ്പെട്ടപ്പോൾ മോശ ഞെട്ടിപ്പോയി ശരിക്കും. ഹല്ലേലൂയ. ഓ he ran away in fear. ഹല്ലേലൂയ. ഓറി കലാബാഷന്തറബിക, ഇതെന്താണ് എന്ന് അറിയുവാൻ അടുത്ത് ചെന്നപ്പോൾ മോശേ മോശേ, ഇത് വിശുദ്ധ സ്ഥലമാ, നിന്റെ കാലിലെ ചെരുപ്പഴിക്കുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും പലപ്പോഴും റിജക്റ്റഡ് ആവും. നമ്മൾ യേശു കർത്താവിൻ്റെ ജീവിതം തന്നെ നോക്കിക്കേ, തൻ്റെ സ്വന്തം കുടുംബം, കൂട്ട് ശിഷ്യന്മാർ പോലും റിജക്റ്റ് ചെയ്തു. ഹല്ലേലൂയ. ധാരാഭാഷാന്തര ആദ്യ നാളുകളിൽ നമ്മൾ കർത്താവിൻ്റെ സുവിശേഷം അനേകരോട് പറയുമ്പോൾ, ഓ അവൾക്ക് അവന് അവർക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടാ അവർ ഈ സുവിശേഷം കൊണ്ട് നടക്കണേ എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ നമുക്കറിയാം മോശയോട് ചോദിച്ചു, ഹൂ മെയ്ഡ് യു എ റൂളർ ആൻഡ് എ ജഡ്ജ് ഓവർ us? ഹല്ലേലൂയ. നീ ഞങ്ങളെ ഹല്ലേലൂയ ഭരിക്കാൻ നീ ആരാ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ഓറി കാലാഭാഷാന്തര. പക്ഷേ ഹല്ലേലൂയ, നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ മാറ്റി വെച്ചിട്ട് നമ്മളെല്ലാം എന്താ പറയുക, നമ്മൾ വന്ന റിജക്ഷൻ, നമ്മളെ മറ്റുള്ളവർ ഡിസ്കറേജ് ചെയ്തതെല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ട് കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി നമ്മളെ തന്നെ താഴ്ത്തി കൊടുത്താൽ കർത്താവിൻ്റെ സമയത്ത് നമ്മളെ ഉയർത്തും. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, ഹംബ്ലി ഹല്ലേലൂയ, കർത്താവിൻ്റെ കൈക്കീഴിൽ താണിരിപ്പാൻ അവൻ തക്ക സമയത്ത് നമ്മളെ ഉയർത്തും. ഹല്ലേലൂയ. നമുക്കറിയാം ജീസസ് വെയിറ്റഡ് ഫോർ 30 years, അല്ലേ, 30 വർഷം to manifest himself to the world. യേശു കർത്താവ് ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ 30 വർഷം വെയിറ്റ് ചെയ്തു. ഹല്ലേലൂയ. സ്വന്തമായിട്ട് യേശു കർത്താവ് ഒന്നും ചെയ്തില്ല. യോഹന്നാൻ 5:19 നമ്മൾ വായിക്കുമ്പോൾ കാണാം, he did nothing by himself, he fully trusted his father and the holy spirit. പരിശുദ്ധാത്മാവിനും പിതാവിനും കീഴ്പ്പെട്ടിരുന്നു. പിതാവ് എന്താണോ യേശു കർത്താവിനോട് പറഞ്ഞത് അത് മാത്രമാണ് യേശു കർത്താവ് ചെയ്തത്. പരിശുദ്ധാത്മാവിനാലാണ് ഓരോ നിമിഷവും നയിക്കപ്പെട്ടിരുന്നത്. he was rejected by men, എല്ലാവരും തഴയപ്പെട്ടു. ഹല്ലേലൂയ. എത്രയോ ടെംപ്റ്റേഷൻ യേശു കർത്താവിൻ്റെ മുന്നേ വന്നു, അതൊക്കെയും ജയിക്കുവാൻ തിരുവചനവും പരിശുദ്ധാത്മാവും യേശു കർത്താവിനെ സഹായിച്ചു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് ആ ക്രിസ്തു, രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലിൻ്റെ ഉള്ളിൽ ആ ക്രിസ്തു വസിക്കുന്നു. He lives in you and you in him. Let him live his life in you even in your time of preparation. നമ്മളൊരു പ്രോസസ്സിലൂടെ, നമ്മളൊരു പ്രിപ്പറേഷനിലൂടെ, നമ്മളൊരു ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോവുകയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പ്രവചനങ്ങളെല്ലാം ഞാൻ ഈ പറഞ്ഞ വചനങ്ങളോട് ചേർന്ന് പോകുന്നതാണ്. നോക്കിക്കേ എത്ര നന്നായിട്ട് പരിശുദ്ധാത്മാവ് അത് കണക്ട് ചെയ്തു എന്ന്. ഹല്ലേലൂയ. നമ്മളെ ആ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് നമ്മൾ കൊണ്ടുപോവാണ്. നമുക്കെതിരെയുള്ള പ്രതികൂലങ്ങൾ നമ്മൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഹല്ലേലൂയ, how can this prophecy be fulfilled in me? How will it be possible? ഹാലേലൂയ. അതെങ്ങനെ സംഭവിക്കും എന്ന് നമ്മൾ ചോദിക്കും. ഹാലേലൂയ. ദൈവമക്കളെ, ഇഫ് യു ബിലീവ്, നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, God is going to exalt you. നിങ്ങളെ കർത്താവ് ഉയർത്താൻ പോവുക. ആര് നിങ്ങളെ റിജക്റ്റ് ചെയ്തോ അവരുടെ നടുവിൽ നിങ്ങളെ ഉയർത്താൻ പോവുക. ഹല്ലേലൂയ. യു വിൽ ഓപ്പറേറ്റ് ഇൻ ദ ഗോഡ് കൈൻഡ് ഓഫ് ഫെയ്ത്ത്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ആര് തള്ളിപ്പറഞ്ഞോ, ഇനി ഇവള് വളരത്തില്ല, ഇവളുടെ വളർച്ച ഇവിടെ മുരടിച്ചു, ഇനി ഇവളുടെ മിനിസ്ട്രി വളരുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം എന്നൊക്കെ വാദിച്ച് പറഞ്ഞവരുടെ നടുവിൽ കർത്താവ് നമ്മളെ ഉയർത്താൻ പോവുക. ദൈവമക്കളെ, ഹല്ലേലൂയ. ഞാനൊരു ടെസ്റ്റ് മണി കൂടി നിങ്ങളോട് ഷെയർ ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഹല്ലേലൂയ. ഒരു നേഴ്സായിരിക്കുന്ന ഒരു സഹോദരിയുടെ ടെസ്റ്റ് മണിയാണ്. അവർക്ക് 3 മക്കളുണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഒരു പാസ്റ്റേഴ്സിൻ്റെ മക്കളാണ്. ഹല്ലേലൂയ. ഈ സഹോദരി വളരെ പാസനേജിൽ നമുക്കറിയാം അവിടുത്തെ ലൈഫ് എങ്ങനെയാണെന്നല്ലേ. അവിടുത്തെ പാസ്റ്റർമാരുടെ മക്കൾ എത്ര കഷ്ടപ്പെട്ടിട്ടാ സഹോദരിമാരും അവിടുത്തെ പാസ്റ്റർമാരുടെ മക്കൾ വളരണേന്ന് നമുക്കറിയാം അല്ലേ. ഹല്ലേലൂയ. അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ട് ജീവിച്ചാണ് ഈ കുട്ടികൾ 3 വളർന്നു വന്നത്. അതിൽ മൂത്ത കുട്ടിക്ക് ഒരാഗ്രഹം, എൻ്റെ സ്റ്റഡീസ് എല്ലാം കഴിഞ്ഞിട്ട്
നഴ്സിങ്ങിൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് എനിക്ക് ജോലി കിട്ടി, പുറത്ത് ഏതെങ്കിലും കൺട്രിയിൽ പോയി വർക്ക് ചെയ്തിട്ട് എൻ്റെ പേരൻസിന് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കണം, അവർക്ക് മെച്ചമായ ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം. കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ പേരൻസ് വളർത്തിയത്. ഹല്ലേലൂയ. അങ്ങനെ ഡൽഹിയിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തിരുന്നു. അവിടെ നിന്ന് സൗദിയിൽ ജോലി കിട്ടി, അവിടെ പോയി. അവിടെ ചെന്ന് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് തനിക്ക് തന്നെ മനസ്സിലായി തൻ്റെ ബോഡിയുടെ വെയിറ്റ് പതുക്കെ പതുക്കെ ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ധരബ ശന്തര. അപ്പം ഹോസ്പിറ്റലിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ മെയിൻ ഡോക്ടറിനോട് പറഞ്ഞു ഇന്നയാണ് കാര്യം. എന്താ പറയുക, അവിടെ ആണെങ്കിൽ ഈ കുട്ടിയുടെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ 12 hours ആണ്. നമുക്കറിയാം നഴ്സിങ്ങിൽ വർക്ക് ചെയ്യുന്നവരുടെ ടൈം എന്ന് പറഞ്ഞാൽ അവർക്ക് മിക്കവാറും ഫുൾ ടൈം അവർക്ക് വർക്ക് ചെയ്യണം. 12 hours ഈ കുട്ടിക്ക് വർക്ക് ചെയ്യണം. ഈ കുട്ടി ഒരുപാട് ക്ഷീണിച്ചു. അപ്പം ഇങ്ങനെ ബോഡി വെയിറ്റും കൂടെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് അത് വിചാരിച്ചു ഇനി കോവിഡ് വന്നതിൻ്റെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ആകുമെന്ന് വിചാരിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ കുട്ടിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പം ഇങ്ങനെ കോവിഡ് വന്ന എന്താ പറയുക, ഒരു മുറിക്കകത്ത് 25 days ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയം കൂടിയാണ്. അപ്പം കോവിഡിൻ്റെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഡോക്ടർ പറഞ്ഞു കംപ്ലീറ്റ് ചെക്കപ്പ് ചെയ്യാൻ പറഞ്ഞു. എല്ലാ ചെക്കപ്പും ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം നോർമലാണ്. പക്ഷേ ഈ കുട്ടിക്ക് പെട്ടെന്ന് ഭയങ്കര ക്ഷീണമാണ്, എപ്പോഴും ക്ഷീണം, എപ്പോഴും ബോഡി പെയിൻ, അങ്ങനെ തളർന്നു പോകുന്ന ഒരവസ്ഥ. ഹല്ലേലൂയ. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഒരു ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസർ ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്, എന്തായാലും ഈ സഹോദരി നാട്ടിലേക്ക് പൊക്കോളൂ, ലോങ് ലീവ് എടുത്ത് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ നാട്ടിൽ വന്നു. അപ്പം എന്തിനാണ് പോയത്? എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ സഹോദരിമാർക്കും നല്ലൊരു ഭവനം ഉണ്ടാകണം. അപ്പം ഈ പോയ സമയത്ത് ഓരോ മാസവും അയച്ചു കൊടുക്കുന്ന കാശ് വെച്ച് അവർ ലോണിനൊരു കാറ് വാങ്ങി, വീട് പണി അതിൻ്റെ പപ്പ പതുക്കെ മാസം തോറും മോൾ അയച്ചു കൊടുക്കുന്ന കാശ് വെച്ച് വീട് പണിയാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഈ മോള് ഇങ്ങനെ അസുഖമായിട്ട് നാട്ടിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. അങ്ങനെ വന്ന് നാട്ടിൽ വന്ന് ചെക്ക് ചെയ്യാനായിട്ട്, അപ്പം ഇതിനിടയ്ക്ക് ഈ കുട്ടി ജോലിക്ക് കയറുന്നതിന് മുന്നേ 2 വർഷം മുന്നേ അതിനൊരു വിവാഹാലോചന വന്നു. അത് ദൈവഹിതമായിരുന്നു. അത് മീൻസ് എൻഗേജ്മെൻറ്റ് ചെയ്തു വെച്ചു. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു എനിക്ക് ഒരു 2-3 വർഷം എനിക്ക് സമയം തരണം, എനിക്കിങ്ങനെ എൻ്റെ പേരൻസിനൊരു വീട് വെച്ച് കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് വിവാഹം നടത്താം. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയാണ് ഈ കുട്ടി ജോലിക്ക് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ സുഖമില്ലാതെ തിരിച്ചു വന്നപ്പോൾ ഇതിൻ്റെ പപ്പ, ഞാൻ വളരെ ബ്രീഫ് ചെയ്താണ് പറയുന്നത്, കാര്യം ഒത്തിരി സമയം എടുക്കരുത്, ഇപ്പോഴേ 9:15 അപ്പോൾ അത് പപ്പ എന്ത് ചെയ്തു, ചെറുക്കൻ്റെ വീട്ടുകാരെ അറിയിച്ചു എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു അസുഖമാണെന്ന് ഡോക്ടേഴ്സിന് സംശയമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വേറെ വിവാഹാലോചന നടത്തിക്കോളാൻ പറഞ്ഞു. അപ്പം ആ പയ്യൻ്റെ വീട്ടുകാർ പറഞ്ഞു ഇല്ല, ഈ മോളെ തന്നെ ഞങ്ങൾക്ക് മരുമകളായിട്ട് വേണമെന്ന് അമ്മായിയപ്പനും അമ്മായിയമ്മയും പറഞ്ഞു. ഹല്ലേലൂയ. യാതൊരു കാരണവശാലും ഞങ്ങൾ ഈ കല്യാണത്തിൽ നിന്ന് മാറത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഇതിൻ്റെ വിവാഹം നടത്തിയതിൻ്റെ നെക്സ്റ്റ് ഡേ ഇവർ വെല്ലൂർ പോവുകയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം CMC വെല്ലൂരിലാണ് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഒരു ചെക്കപ്പിന് പോകുന്നത്. അപ്പോൾ ചെക്കപ്പ് ചെയ്തപ്പോഴത്തേക്കും ഇവരങ്ങ് ഒത്തിരി എൻ്റെ അമ്മ എപ്പോഴും ഇങ്ങനെ സ്തോത്രം ഹല്ലേലൂയ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുവാണ്. ഹല്ലേലൂയ. മോൾക്ക് വേണ്ടി എന്ന് വെച്ചാൽ ആ മോളിൽ വലിയൊരു പ്രതീക്ഷയാണ് ആ വീട്ടിലുള്ളവർക്ക്. അങ്ങനെ ചെക്ക് ചെയ്തപ്പം ഡോക്ടേഴ്സ് ടെസ്റ്റ് എല്ലാം റിപ്പോർട്ട് ചെയ്ത് ആ ഡോക്ടറിൻ്റെ മുഖത്ത് ഭയങ്കര ഒരു സന്തോഷം പോലെ കണ്ടു. നിങ്ങൾ പേടിക്കുന്ന പോലെ അങ്ങനെ പേടിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ഗ്രോത്ത് മാത്രമാണ്, ബയോപ്സി ചെയ്തപ്പോൾ അതൊരു ഗ്രോത്ത് മാത്രമാണെന്ന് കണ്ടു. അപ്പോൾ അവർ ഭയങ്കര സന്തോഷിച്ചു. ഈ കുട്ടി എല്ലാവരുടെ പോയി സാക്ഷ്യം പറഞ്ഞു, എനിക്കിങ്ങനെ അസുഖം വന്നു, കർത്താവ് എന്നെ സൗഖ്യമാക്കി, എല്ലാം കഴിഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞപ്പം ആ കുട്ടിയുടെ പേര് ഫേബ എന്നാണ് കേട്ടോ. ഹല്ലേലൂയ. അപ്പം എന്ത് പറ്റി, ക്യാൻസർ ഇല്ല എന്നറിഞ്ഞു. അവർ ഒരുപാട് സന്തോഷിച്ചു. ഹല്ലേലൂയ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന് വലിയൊരു പനി മാറുന്നേ ഇല്ല. ഹല്ലേലൂയ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വീണ്ടും സ്കാൻ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ഒരു എന്താ പറയുക, ഒരു കുഞ്ഞിന് വേണ്ടി അവർ ട്രൈ ചെയ്താൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വേണ്ട, ഒരു 5 വർഷത്തേക്ക് നിങ്ങൾ കുഞ്ഞുങ്ങളെ നോക്കണ്ട, കാര്യം ബോഡി ഒന്ന് അതിൻ്റെ ഇമ്മ്യൂണിറ്റി പവറും എല്ലാം ഒന്ന് നല്ല ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വെയിറ്റ് ചെയ്തിരുന്നു. 1 വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു മാസം ഈ പനി വന്നു കഴിഞ്ഞ് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു കംപ്ലീറ്റ് ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോഴും സ്കാനിങ് ഇതിലെല്ലാം
സെൽസ് ഇങ്ങനെ ഉണ്ടെങ്കിലും പക്ഷെ ക്യാൻസറസ് സെൽസ് അല്ല എന്ന് വീണ്ടും കണ്ടുപിടിക്കപ്പെട്ടു. ഹല്ലേലൂയ. പക്ഷെ ഈ സമയങ്ങളിൽ ഇതിനിടയ്ക്കുള്ള സമയത്ത് അതിൻ്റെ ഫെയ്ത്ത് പലപ്പോഴും താന്നു പോകുന്നൊരവസ്ഥയായിരുന്നു. കർത്താവെ എന്നെ കൈവിടുമോ, കർത്താവെ എനിക്ക് ജീവിതം തന്ന അങ്ങേക്ക് വേണ്ടി ഞാൻ ജീവിക്കാം. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ അത് പറയുവാണ്. എൻ്റെ അമ്മ പ്രാർത്ഥിക്കുവാണ്, കർത്താവിന് വേണ്ടി ഇറങ്ങാം. ഹല്ലേലൂയ. ഓ, ഞങ്ങൾ കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരല്ലയോ, പിന്നെ എന്തുകൊണ്ട് എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നു എന്നൊക്കെ പറഞ്ഞു. ഹല്ലേലൂയ. എന്തായാലും എന്നിട്ട് ഇതിനിടയ്ക്ക് ഇതിൻ്റെ ഒരു ലെഫ്റ്റ് ഹാൻഡിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായി. എന്താ സംഭവിച്ചതെന്നതിന് അത് ക്ലിയർ ആയിട്ട് അത് പറഞ്ഞിട്ടില്ല. എൻ്റെ കൈ പൊക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഫിസിയോതെറാപ്പി ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു എന്തായാലും കുറച്ച് ദിവസം ഇവിടെ എന്താ പറയുക അഡ്മിറ്റഡ് ആയിട്ട് ഈ ഫിസിയോതെറാപ്പി ചെയ്യണം. ഈ കുട്ടിക്ക് എഴുന്നേറ്റ് നടക്കാനും പറ്റാത്തൊരവസ്ഥ, കൈ പൊക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ അവസ്ഥ. എൻ്റെ അമ്മ ഫുൾ ടൈം ഇങ്ങനെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്കും ഈ നെക്സ്റ്റ് ഡേ അഡ്മിറ്റ് ചെയ്തതിൻ്റെ നെക്സ്റ്റ് ഡേ ഇത് എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ഡോക്ടർ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു. ഡോക്ടർ പറഞ്ഞു ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചു, എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവിടെ നിന്ന നഴ്സുമാർ പറഞ്ഞു ഈ ഫേബയുടെ മാതാവ് ഏത് നേരവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് അവിടെ അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ. അങ്ങനെ ആ ടെസ്റ്റിൽ കംപ്ലീറ്റ് വീണ്ടും ബയോപ്സിക്ക് ടെസ്റ്റ് കൊടുത്തപ്പോൾ പറഞ്ഞു അത് ഓപ്പറേറ്റ് ചെയ്ത സാധനം അങ്ങ് മാറ്റിയാൽ മതി. അത് ആക്ച്വലി ഇറ്റ് ഇസ് ജസ്റ്റ് എ ഗ്രോത്ത് ആണ്, അതൊരു ക്യാൻസറസ് അല്ല, അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ കർത്താവ് അവിടെ സൗഖ്യം കൊടുത്തു. അത് കഴിഞ്ഞ് ഇവരോട് 5 വർഷം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞെങ്കിലും അവർ ആക്ച്വലി കൺസീവ് ചെയ്തു, ഈ കുട്ടി പ്രഗ്നൻ്റ് ആയി. ഹല്ലേലൂയ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാരണവശാലും നിങ്ങളടുത്ത് ഈ കുട്ടി ഉണ്ടാവാൻ ഈ സമയത്ത് നിങ്ങൾ തയ്യാറെടുക്കരുതെന്നല്ലേ നിങ്ങളോട് പറഞ്ഞേ, എന്താ ഇങ്ങനെ വന്നേ, എന്താ ഡിഫിക്കൽട്ട് ആയിരിക്കുമല്ലോ, കുഞ്ഞിനെ അത് അഫക്റ്റ് ചെയ്യുമോ എന്താന്ന് ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഹല്ലേലൂയ ടെസ്റ്റ് ചെയ്തപ്പം അമ്മയ്ക്കും കുഞ്ഞിനും ഒരു കുഴപ്പവുമില്ല. ആരോഗ്യത്തോടെ അമ്മയും കുഞ്ഞും ഇവർക്കൊരു കുഞ്ഞിനെയും ദൈവം ദാനമായി കൊടുത്തു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ നമ്മുടെ ജീവിതത്തിൽ പല ടെസ്റ്റിലൂടെയും നമ്മൾ കടന്നു പോകും. ഹല്ലേലൂയ. ആ ടെസ്റ്റിലൂടെ ദൈവമക്കളെ ദൈവം നടത്തി വിടുന്നത് നമ്മളെ ഒരു ടെസ്റ്റിമണി, നമ്മളിലൂടെ ഒരു ടെസ്റ്റിമണി വരാനാണ്, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്താനാണ്. ഞാൻ ഈ പറഞ്ഞ ടെസ്റ്റിമണിയിൽ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും വർഷങ്ങളായിട്ട് ഒരു ചർച്ചിൻ്റെ പാസ്റ്ററമ്മയാണ് അവർ. ഹല്ലേലൂയ. ആ കുഞ്ഞുങ്ങളെല്ലാം കർത്താവിന് വേണ്ടി നിൽക്കുന്നവരാണ്. ഹല്ലേലൂയ. അവർക്കൊരു ടെസ്റ്റ് ലൈഫിൽ വന്നപ്പോൾ നമുക്കെപ്പോഴും അറിയാം, ഇപ്പോൾ ഒരു വിശ്വാസിക്കൊരു ടെസ്റ്റ് വന്നാൽ അത്രയും വലിയൊരു അറ്റാക്ക് വരത്തില്ല ചുറ്റുമൊന്നും. ഒരു പാസ്റ്ററിൻ്റെ കുടുംബത്തിനൊരു അറ്റാക്ക് വരുമ്പോൾ നമുക്കറിയാം എത്ര പ്രതികരണങ്ങളായിരിക്കും ചുറ്റുമുള്ളവരിൽ നിന്ന് വരുന്നത്, അല്ലേ? നമ്മൾ കുറച്ച് മുന്നേ ദേവദാസൻ പറഞ്ഞ പല കാര്യങ്ങളും വീണ്ടും കണക്ട് ചെയ്ത് വരികയാണ്, പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. പക്ഷെ അതെല്ലാം തരണം ചെയ്യുവാൻ അതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത് ആ ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് പോലും കല്യാണമായിട്ടില്ല. നമ്മൾ യോസേഫും മറിയയുടെ കഥ അതാണ് ഇപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മ എന്നെ ഓർപ്പിക്കുന്നത്. കൈവിട്ടില്ല. കാര്യം ഇതെല്ലാം ദൈവത്താലാണ്. പരിശുദ്ധാത്മാവ് 2 കുടുംബങ്ങളോടും ഇടപെട്ടുകൊണ്ടിരുന്നു. ഇന്നും ആ കുട്ടി ഹല്ലേലൂയ സന്തോഷത്തോടെ ആ ഭർത്താവിൻ്റെ ഭവനത്തിൽ ഒരു കുഞ്ഞുമായി സന്തോഷമായി ജീവിക്കുന്നു. ഹല്ലേലൂയ. അതിൻ്റെ ഭവനമെന്ന സ്വപ്നം അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അത് വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങി. കർത്താവിൻ്റെ ഹല്ലേലൂയ. ഇത്രയും ഈ സാക്ഷ്യം നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് വിചാരിക്കുന്നു. ഈ വർഷങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഓരോരുത്തർക്കും കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള പ്ലാൻ വലുതാണ് ദൈവമക്കളെ. God has got very higher plans for us. Hallelujah. That is to prosper. നമ്മളെ നഷ്ടപ്പെടുത്തി കളയാനല്ല, നമ്മൾ നഷ്ടമായി പോകുവാനല്ല, നമ്മൾ തകർക്കപ്പെട്ട് പോകുവാനല്ല ദൈവമക്കളെ. So be strong in Jesus. Hallelujah. നമുക്ക് വേണ്ടി ഇപ്പോൾ മറിയമ്മ ഇപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും കേട്ടോ. പ്രാർത്ഥിച്ച് നമുക്ക് ആശീർവാദം പറഞ്ഞ് നിർത്താം. അമ്മ അമ്മ പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞു. എല്ലാവർക്കും വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണേ. ഉണ്ണിയുണ്ട്, അശ്വതിയുണ്ട്, അവർക്ക് 2 പേർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ അമ്മേ. സ്വർഗത്തിനും ഭൂമിക്കും സ്ഥലാധികാരവും നൽകപ്പെട്ട നസ്രനായ നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു.
നിന്റെ കുഞ്ഞുങ്ങൾ കൂടെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ആദ്യമേ കേട്ടു ഒരു പൗലോസിന്റെ കയ്യിലെ അണലി കടിച്ചു. അവൻ രക്ഷപ്പെട്ട് കടലിനകത്ത് രക്ഷപ്പെട്ട് മെലിറ്റ ദ്വീപിൽ ഇറങ്ങിയപ്പോൾ പിറകിനകത്തു നിന്ന് അവന്റെ കയ്യെ കയറിപ്പറ്റിയതായ അണലി. എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുന്നു, അവൻ മരിക്കുമോ എന്ന്. എന്നാല് അവിടെ അത്ഭുതം പ്രവർത്തിപ്പാൻ തൊക്കണം കർത്താവെ, നീ ആ പ്രിയ പൗലോസിനെ കരുത്തിലെടുത്ത് ഉപയോഗിച്ചതുപോലെ തന്നെ ചില മിനിസ്ട്രിക്ക് വേണ്ടി വിളിച്ച് വേർതിരിച്ചവർക്ക് പ്രതികൂലം ഉണ്ട് എങ്കിൽ തന്നെയും അവരെ നടത്താൻ വിശ്വസ്തനായ ദൈവമാകിയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നിന്റെ മകൾക്ക് വേണ്ടതായ ദൈവാലോചന ഇന്ന് രാത്രികാലം പ്രിയപ്പെട്ട കർത്താവിന്റെ വിലപ്പെട്ട ദാസുകൾ കൂടെ കേൾപ്പിക്കാൻ തൊപ്പം കർത്താവ് സഹായിച്ചു. ദൈവം ഞങ്ങളുടെ നീതിയുള്ള ദൈവമാകിയാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുകയാണ്. പ്രത്യേകിച്ച് സ്വർഗത്തിലെ ദൈവമേ, നിന്റെ മകളിൽ കൂടെ കേട്ട ദൈവത്തിന്റെ വചനത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഒരു മോശെ ദൈവം തിരഞ്ഞെടുത്തു. മോശെ തിരഞ്ഞെടുത്തതിന് വലിയൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. കുഞ്ഞായിരുന്നപ്പോൾ ആമെ തകർന്നു പോകേണ്ട സ്ഥാനത്ത് നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നു. കൊട്ടാരത്തിലെ എല്ലാ അഭ്യാസവും പഠിപ്പിച്ചു. അതിനുശേഷം അവനെ ഒരു മിസ്രൈമിനെ അടിച്ചു കൊന്നപ്പോൾ ഹല്ലേലൂയ ആമേൻ അവിടുന്ന് ഓടിപ്പോകേണ്ടതായ അന്തരീക്ഷം ഉണ്ടായി. ഇത്രോവിന്റെ ആടിനെ മേയിച്ച് വനാന്തരങ്ങളിൽ കൂടെ നടക്കുമ്പോൾ ദൈവമേ, മുൾപ്പടർപ്പ് കത്തുന്നില്ല, വെന്തു പോകുന്നില്ല, എന്നാൽ കത്തുന്നുണ്ട്. ആ അന്തരീക്ഷത്തിന്റെ നടുവിൽ സ്വർഗത്തിലെ ദൈവം മോശയെ കൊണ്ട് ഒരു വലിയ ശുശ്രൂഷ ചെയ്യിച്ചു. ഇതിന്റെ മകളിൽ കൂടെ കേട്ട ദൈവത്തിന്റെ വലിയ ആലോചനയ്ക്കായി നന്ദി പറയുന്നു. ഒരു കർത്താവെ, മകളുടെ ജീവിത സാക്ഷ്യം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ, അത് അനേകർക്ക് പ്രയോജനമായി തീരട്ടെ. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. മരിച്ച് കല്ലറയിൽ വെച്ചാലും പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ദൈവം അപ്രിയപ്പെട്ട മകൾക്ക് സൗഖ്യം കൊടുത്തു. മക്കൾ ഉണ്ടാകലെന്ന് ഡോക്ടർ പറഞ്ഞ സ്ഥാനത്തെ ദൈവം അനുഗ്രഹിക്കപ്പെട്ട തലമുറയും കൊടുത്തു. കാലിൽ ഞങ്ങളുടെ വിഷയങ്ങളുടെ മേലൊക്കെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് മനസ്സിലാക്കാൻ തക്കോണം ഈ സാക്ഷ്യം ഞങ്ങൾക്ക് ഒരു വിടുതലാക്കി തന്നതിനാൽ സ്തോത്രം. നിന്റെ മകളെയും ബലപ്പെടുത്തണം. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ സുമേഷിനെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആ ദാസനെയും നീ അനുഗ്രഹിക്കണം. നിന്റെ മക്കളുടെ ഞങ്ങളുടെ ശുശ്രൂഷയൊക്കെ അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ തപ്പണം. സ്വർഗം കൃപ നൽകണമേ അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തിക്കായി സ്തോത്രം. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഉണ്ണിയെ ഏൽപ്പിക്കുന്നു. തങ്കമണി സിസ്റ്റർ ഇതേ അനുഭൂതി കൂടെ കടന്നു പോകുന്നതാണ്. അമ്മ ഒരു സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. തങ്കമണി അശ്വതി ഡിവൈസില് ഉണ്ണിക്കായി പ്രാർത്ഥിക്കുന്നു. നിന്റെ മകനെ അനുഗ്രഹിക്കണമേ. ദയാലുവോട് നീ ദയ കാണിക്കുന്ന ദൈവമാണ്. വക്രനോട് നീ വക്രത കാണിക്കും. നിന്റെ മകൻ അനേകരുടെ ദയ കാണിക്കുമ്പോൾ നിന്റെ മകനോട് നീ ദയ കാണിക്കുന്ന ദൈവമാണ്. നീ അവനെ മാനിച്ചാട്ടെ, അനുഗ്രഹിച്ചാട്ടെ, അത്ഭുതമാർന്ന രീതിയിൽ വഴി നടത്തിക്കാട്ടെ. ദൈവകൃപ ധാരാളമായിട്ട് പകരപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാനിടയാക്കണമേ. ഹല്ലേലൂയ. തങ്കമണിക്കായി പ്രാർത്ഥിക്കുന്നു. ആ പ്രിയപ്പെട്ട മകളുടെ കഷ്ടങ്ങളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നും ഒക്കെ നീ വിടുവിക്കണം. ആ പ്രിയപ്പെട്ട മകളെ കർത്താവ് ഈ നാളുകളിലെ ഹല്ലേലൂയ അവൾ സ്വപ്നം കാണാത്ത ചില നന്മയിൽ കൂടെ ദൈവം അവളെ നടത്തണം. ദൈവത്തിന്റെ പദ്ധതി വലുതാണെന്ന് മനസ്സിലാക്കാൻ നീ അവസരം ഒരുക്കാൻ പോകുക. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ അശ്വതിക്കായി പ്രാർത്ഥിക്കുന്നു. പ്രിയ മകളോട് നിനക്ക് മനസ്സിലണമേ. പ്രിയ മകളുടെ ജീവിതത്തെ ശത്രു അമ്മാനമാടാൻ ഒരിക്കലും നീ സമ്മതിക്കല്ലെന്ന് പ്രാർത്ഥിക്കുന്നു. നീ അത്ഭുതം പ്രവർത്തിച്ചായിട്ട് നിന്റെ രക്തമുദ്ര ഇടണമേ. ഹല്ലേലൂയ. നിന്റെ ലേഖയ്ക്കായി പ്രാർത്ഥിക്കുന്ന കുഞ്ഞിനോട് നിനക്ക് മനസ്സലിയും. ആമേൻ. അവളുടെ കുഞ്ഞിനോടും മനസ്സലിയും. എല്ലാ വിഷയവും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. തമ്പുരാൻ തന്നെ അത്ഭുതം പ്രവർത്തിക്കും. തമ്പുരാൻ തന്നെ എല്ലാവരുടെ മേലും അത്ഭുതം പ്രവർത്തിക്കും. ഈ സൂമിൽ കടന്നു വരുന്ന എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ ഐശ്വര്യമായി അനുഗ്രഹിച്ച് ആശീർവദിക്കണം. രാത്രി എല്ലാ നന്മകളെ കൂടെ ഞങ്ങളെ നിറച്ചാട്ടെ. പ്രാർത്ഥനയുടെ മഹത്വം അങ്ങെടുക്കും. യേശു തമ്പുരാന്റെ നാമത്തിൽ തന്നെ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ ദിവ്യ സമാധാനം കർത്താവ് ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യത്തോടും വചനം സംസാരിച്ച മക്കളോടും കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഇപ്പോഴും എന്നെ കൊണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. വന്നവർക്കൊക്കെ നന്ദി. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അഗെയിൻ വി ഹാവ് ഗൂഗിൾ മീറ്റ് ഓൺ ഫ്രൈഡേ. അപ്പോൾ അന്ന് നിങ്ങൾ ജോയിൻ ചെയ്യണം. ആരും മറന്നു പോകരുത്. അന്നും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ആയിരിക്കും നടക്കണേ. ഫ്രണ്ട്സിനൊക്കെ ലിങ്ക് അയക്കുക. ഓക്കെ, വിൽ മീറ്റ് ഓൺ ഫ്രൈഡേ അഗെയിൻ. ഗുഡ് നൈറ്റ്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ. ഓക്കെ, താങ്ക് യു അമ്മ.
ഉമ്മ 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 ഉവ്വ ഉവ്വ